മെനുവിൽ പോലും ഒരു സൈക്കോളജി ഉണ്ട്. നമ്മളൊരു മെനു എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസിങ് സൈക്കോളജി, അങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഹോട്ടൽ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്. ശരിക്കും നമ്മൾ ആ ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് നിർത്തേണ്ട അവസ്ഥ വരികയാണ്. ഫുഡ് ബിസിനസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിന്റെ താഴോട്ട് ചെയ്യാനേ പറ്റില്ല. നമ്മളിപ്പോൾ ബാംഗ്ലൂർ മാത്രം ഒരു 150ഓളം ഔട്ട്ലെറ്റ് ചെയ്തു കഴിഞ്ഞു. കോവിഡിന് ശേഷം ഏറ്റവും വലിയൊരു ക്രൈസിസ് വന്നത് ഈ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ എല്ലാം ചോദിക്കുന്നു, പക്ഷെ അതൊക്കെ വാട്സ് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. അതാണ് കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ അവിടെ കാണുന്നത്. നമ്മൾ മൊത്തം കസ്റ്റമർ ഈസ് എ കിങ്, നമ്മളതല്ല പറയാം. കസ്റ്റമർ ഈസ് എ ഫാമിലി. കസ്റ്റമർ നമ്മൾ ഫാമിലി. അപ്പോൾ ഒരു ഷവർമ കൾച്ചർ നിങ്ങൾ തന്നെ കൊണ്ടുവന്നതെന്ന് തന്നെ പറയാം പോലെ. ഹായ്, ഹലോ, ഐ എം ഇക്ബാൽ ഫ്രം മാപ്ടെക്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ സുഹൃത്തും ഷെഫുമായ ലഹനാണ്. ലഹൻ വന്നിട്ടുള്ളത് വടകരയിൽ നിന്നാണ്. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങളൊരു കമ്പനി, നമ്മുടെ മാപ്ടെക് കമ്പനിയെക്കുറിച്ച് അറിയാനും, ഒരു വർഷം മുമ്പ് മദ്രാസ് ഷെപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് ലഹാനെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ ലഹാൻ മാപ്ടെക്കിനെ കുറിച്ച് അറിയാനും മാപ്ടെക്കിൽ വന്ന് മാപ്ടെക്കിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഷെഫ് അറിയാൻ വന്നതാണ്. ബാക്കി ഷെഫിലൂടെ നമുക്കറിയാം. ഹായ്, എൻ്റെ പേര് ഷെഫ് ലഹൻ. ഞാനൊരു വൺ ഇയർ ആയി. 1 ഇയർ മുമ്പേ ഇക്ബാൽ ജീനെ പരിചയപ്പെട്ടത്. അത് എവിടെ നിന്നായിരുന്നു? ബാംഗ്ലൂരിൽ നിന്ന് നമ്മളൊരു കിച്ചണിൽ നിന്നാണ് പരിചയപ്പെട്ടത്. അവിടെ നിന്നുള്ള യാത്ര ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഒരു ടൈം നമ്മളിപ്പോൾ ടോട്ടലി സ്പെൻഡ് ചെയ്ത്. അതെ. അപ്പം ഞാൻ ഇക്ബാൽജീൻ്റെ അവിടെ നിന്നാണ് പരിചയപ്പെട്ട ഇക്ബാൽജീൻ്റെ ഈ ഒരു കമ്പനിയെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഈ കമ്പനീൻ്റെ എന്തൊക്കെയാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി നിങ്ങൾ? ഇതിലെന്താണെന്ന് വെച്ചാൽ ലഹൻ എന്ന് സംസാരിച്ചതും ലഹനെ പരിചയപ്പെട്ടതും ഒരു ക്ലൗഡ് കിച്ചനെ കുറിച്ചായിരുന്നു. ക്ലൗഡ് കിച്ചൺ ലഹൻ ഇപ്പോൾ ഏറെ സാധ്യതയുള്ള സംഭവമാണ്. ഇപ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗി ഇങ്ങനത്തെ കമ്പനികളൊക്കെ ക്ലൗഡ് കിച്ചൺ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയാൽ ഏത് ബിൽഡിങ്ങിലും ഉണ്ടാവും ഫുള്ള് ക്ലൗഡ് കിച്ചൺ മാത്രമാണ്. അപ്പോൾ ആ ക്ലൗഡ് കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്ലൗഡ് കിച്ചൺ എന്തൊക്കെ മാപ്ടെക്കിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന ഒരു കാര്യത്തിനാണ് ലഹൻ എന്നെ പരിചയപ്പെട്ടത്. അപ്പോൾ ലഹൻ എൻ്റെ കൂടെ അന്ന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ക്ലൗഡ് കിച്ചൺ ഉണ്ട്, നമുക്ക് ക്ലൗഡ് കിച്ചനെ കുറിച്ച് കുറച്ചുകൂടി വൈഡായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് ലഹൻ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ജസ്റ്റ് ലഹനോടും പറഞ്ഞു മാപ്ടെക് ഒന്ന് വിസിറ്റ് ചെയ്യുക, ബാക്കി നമുക്ക് മാപ്ടെക് നിന്നാവാം. മാപ്ടെക് എന്ന് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. മാപ്ടെക് വന്ന് കണ്ടാലാണല്ലോ മാപ്ടെക്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ലഹൻ മനസ്സിലാവുള്ളൂ. അങ്ങനെ ലഹൻ ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ നോമ്പിന് മുമ്പായിട്ട് ഇവിടെ വന്നു. നോമ്പിനാണല്ലേ? നോമ്പിന് വന്നു. ബാക്കി ലഹന് എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റും എന്നുള്ളത് ക്ലൗഡ് കിച്ചനെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ടായി. അപ്പോൾ ഇക്ബാൽ ജീനെ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു ക്ലൗഡ് കിച്ചൺ റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ കോളേജ് ടൈമിൽ തന്നെ ഞാൻ ഒരു ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എന്തിലേക്ക് വന്ന് ഈ ഒരു ക്ലൗഡ് കിച്ചൺ എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിൽ ഒരു വലിയ സ്പേസ് എടുത്ത് ഒരു ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു വർക്കിംഗ് ക്യാപിറ്റലും ഒരു ഓവർ ഹെഡ് കോസ്റ്റും വരും. പക്ഷേ ഒരു ക്ലൗഡ് കിച്ചണിലേക്ക് മാറുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറക്കാം, സ്റ്റാഫിനെ കുറക്കാം, അതും പോരാണ്ട് വൈഡ് ആയിട്ട് ഫുഡ് കൊടുക്കാനും പറ്റും. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്ബാൽജീനെ പരിചയപ്പെട്ടത്. ഇക്ബാൽജി പറയുന്ന എക്യുപ്മെന്റ്സിന് ഇത്ര പൈസയാവും. അപ്പം ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് ഇത്ര പൈസ? അപ്പം പറയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സിന് അതിൻ്റെതായ പൈസ. സാധാരണ ലെവലിൽ എന്താ അറിയോ, ഈ ക്ലൗഡ് കിച്ചണൊക്കെ തുടങ്ങുന്നവർ നമ്മൾ കണ്ട ഈ ഫീൽഡിൽ നമ്മൾ ഈ പരിചയത്തിൽ പറയാണ്, എല്ലാവരും ഒന്ന് തട്ടിക്കൂട്ടി ഒരു സെറ്റപ്പ് ഇല്ലാതെ ചെയ്യാൻ, കാരണം ഒരു എമൗണ്ട് ചിലവാക്കണ്ടല്ലോ. പക്ഷേ ശരിക്കും നമ്മൾ ആ ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് നിർത്തേണ്ട അവസ്ഥ വരികയാണ്. കാരണം ഒരു ലോക്കൽ എക്യുപ്മെൻറ്റ്സ് എന്തായാലും ഒരു ബ്രോസ്റ്റ് കൊടുക്കുന്നതാണെങ്കിൽ, പിന്നെ ഒരു ഗ്രില്ഡ് സപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ, ഇതൊക്കെ നമ്മൾ അവരെ ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഒരു തട്ടിക്കൂട്ട് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്റ്റോപ്പായി പോകും. നമ്മൾ ഈ ക്ലൗഡ് കിച്ചണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്വിഗ്ഗി, സൊമാറ്റോ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഫാസ്റ്റ് സർവീസാണ് വേണ്ടത്. അപ്പോൾ അതിന് എത്രത്തോളം നല്ല മെഷീനാവും, അപ്പോൾ അത്രയും പ്രൊഡക്റ്റീവായിട്ട് ഫുഡ് കൊടുക്കാനും പറ്റും, നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനും പറ്റും. അതെ, ഏറ്റവും ക്വാളിറ്റി മെഷീനാവും, അതിന് ക്വാളിറ്റി ഫുഡും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് വേണ്ടത്. അപ്പം നമ്മൾ ആർക്ക് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിലും ഈ കിച്ചൺ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ നമ്മൾ മാപ്ടെക് തുടങ്ങിയിട്ടാണ് 27 ഇയറായി. അതിൽ ഏകദേശം ഞാൻ ഫീൽഡിൽ മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 25 ഇയറായി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും നോക്കേണ്ടതും നമ്മളെ ക്വാളിറ്റി, അതുപോലെ സർവീസ്. അതായത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സ് കൊടുത്താൽ സർവീസ് വരാം. സർവീസ് വന്നാൽ അതിന് എത്രത്തോളം സർവീസ് നമുക്ക് അർജൻറ്റ് ഇമ്മീഡിയറ്റ്ലി സർവീസ് കൊടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ബാംഗ്ലൂരും ചെന്നൈയിലും അതുപോലെ
ഇന്ത്യ എന്ന് പറയാം, നമുക്ക് സർവീസസ് നമ്മളെ കൂടെ ഉണ്ട്. അവിടെയൊക്കെ പെട്ടെന്ന് സർവീസ് വന്നാൽ എത്ര ഏകദേശം ഒരു എത്ര ഔട്ട്ലെറ്റ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ഈ ഒരു സ്പാൻ? നമ്മളിപ്പോൾ ബാംഗ്ലൂർ മാത്രം ഒരു 150ഓളം ഔട്ട്ലെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാംഗ്ലൂർ മാത്രം 150ഓളം. കേരളത്തിൽ എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല അത്രയും. ഞാൻ ജസ്റ്റ് നോക്കി, ഞാൻ ബാംഗ്ലൂർ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പോകുമ്പോൾ. ബാംഗ്ലൂർ നമ്മൾ മൊത്തം ഒരു പോകുന്ന നമ്മൾ ഒരു ടീമിനായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ജസ്റ്റ് എല്ലാവരായിട്ടൊന്ന് പോകും. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഇവിടുത്തെ ലിസ്റ്റ് എടുത്തു. അപ്പോൾ ഏകദേശം 150 പേരുണ്ട്. 150 ഷോപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂർ സിറ്റി മാത്രം കേട്ടോ, അത് ഔട്ടർ വേറൊക്കെ ഉണ്ടാവും. ബാംഗ്ലൂർ സിറ്റി മാത്രം ഒരു 150ഓളം റെസ്റ്റോറൻറ്റ്, കഫേ, അതുപോലെ നിങ്ങൾ പറഞ്ഞ ക്ലൗഡ് കിച്ചൺ, ഇങ്ങനത്തെ കുറേ ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് നമ്മൾ എക്യുപ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പി. കസ്റ്റമർക്ക് തന്നെ ഇപ്പോൾ ജസ്റ്റ് ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരായിട്ടൊന്ന് മീറ്റിംഗ് ഒന്ന് വെച്ചിട്ട് ഒന്ന് പോയിട്ട് അവരൊക്കെ ഒന്ന് അന്വേഷണം നടത്തി അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ അവർക്കൊരു ഹാപ്പി ആവും ചെയ്യും. നമുക്ക് ആ കസ്റ്റമറെ ഒന്നും കൂടെ ഹാപ്പി നമ്മളിതിൻ്റെ യെസ്, അതാണ്. അപ്പോൾ അവരുടെ അടിയിൽ നമ്മൾ എപ്പോഴും ലൈവ് ആവണം. അതാണല്ലോ വേണ്ടത്. കാരണം ഒരു കോളിൽ വിളിച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ്റനൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലാനുള്ള ഒരാളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ നിങ്ങളെ തേടി വരുന്നത്. അതെ അതെ, അത് നിങ്ങൾ പഠിച്ചതാണല്ലോ. നമ്മളെ കുറിച്ച് നിങ്ങളിപ്പോൾ കുറേ ഒരു വർഷമായി നമ്മൾ പരിചയപ്പെട്ടെങ്കിലും നിങ്ങൾ എത്രയോ വർഷങ്ങളായി ഇതിന്റെ ബാക്കിലാണ്. എവിടെ പോയി കഴിഞ്ഞാലും ഏതെങ്കിലും നമ്മളൊരു ഞാനിപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുക കൺസൾട്ടിങ് കമ്പനി. എവിടെ പോയി കഴിഞ്ഞാലും എവിടെ സാധനം എടുത്ത് മാപ്ടെക്, എവിടെ സാധനം എടുത്ത് മാപ്ടെക്. എന്തുകൊണ്ട് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റി അതിലാണ്. നമ്മളെന്തറിയോ, നമ്മളൊരു ബിസിനസ് മാത്രമായിട്ടല്ല കാണുക. നമ്മളെ കസ്റ്റമർ ഇപ്പോൾ എല്ലാവർക്കും ഒരു ടോക്ക് ഉണ്ട്. നമ്മൾ മൊത്തം കസ്റ്റമർ ഈസ് എ കിങ്. നമ്മളതല്ല പറയാം, കസ്റ്റമർ ഈസ് എ ഫാമിലി. കസ്റ്റമർ നമ്മുടെ ഫാമിലിയാണ്. കിങ് എന്ന് പറഞ്ഞാൽ അതൊരു എപ്പോഴും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു ലെവലിലായിപ്പോവും. അപ്പോൾ അതിലേറെ നല്ല നമ്മുടെ ഫാമിലിയാണല്ലോ, നമ്മളെ ഫാമിലിയാണ്. അപ്പോൾ അവർ നമ്മളെ ഫാമിലിയെ ജോയിൻ ചെയ്ത പോലെയാണ്. മാപ്ടെക്കിൽ അവർ എക്യുപ്മെൻറ്റ്സ് എടുത്താൽ നമ്മളെ ഫാമിലി ആയിക്കേ. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ബാക്കി നമ്മൾ മുന്നോട്ടുള്ള പോക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ലെവലിലാവുമ്പോൾ നമുക്ക് എപ്പോഴും ബന്ധപ്പെടാൻ അവർക്കും പറ്റും, അവരും ബന്ധപ്പെടും. അങ്ങനെ എന്തെങ്കിലും അവർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇക്ബാൽജി, ഞാനിപ്പം ഈ റെസ്റ്റോറൻറ്റ് ഫുഡ് കൺസൾട്ടിങ് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സിനും കൺസൾട്ട് ചെയ്യുന്നു. ഞാൻ അധികം എടുത്ത് പോയി കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എടുത്ത് കാണാറ് ഒരു 4 months ആ ഒരു ഫ്രയറിൻ്റെ എല്ലാം ഒരു ലൈഫ്. എന്തുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരാനുള്ള കാരണം, ആ ഒരു ഇത്ര ലൈഫ് കുറയാനുള്ള കാരണം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയിലാണോ? എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വാളിറ്റീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ചൈനയിൽ പോയാൽ തന്നെ പല കാറ്റഗറി സാധനങ്ങളാണ്. നമ്മൾ എത്രത്തോളം നെഗോഷിയേറ്റ് ചെയ്യുന്നു അത്രത്തോളം ലോക്കലിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കസ്റ്റമർ ശ്രദ്ധിക്കേണ്ടതാണ്. കസ്റ്റമറൊക്കെ കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും നമുക്കൊരു പരിമിതി ഉണ്ട്, ആ പരിമിതിക്ക് നമുക്ക് സാധനം തരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പരിമിതി വിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി കുറയ്ക്കേണ്ടി. നമ്മളൊരു സിസ്റ്റത്തിൽ ആ ക്വാളിറ്റി കുറച്ചുള്ള ബിസിനസ് വേണ്ടെന്നാണ്. നമ്മളെ എക്സിക്യൂട്ടീവ് നമ്മൾ ഇഷ്ടംപോലെ എക്സിക്യൂട്ടീവ് പല ഭാഗത്തായിട്ടുണ്ട്. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ എക്സിക്യൂട്ടീവ് ഉണ്ട്. അവരോടൊക്കെ പറയാം, അവിടെയൊക്കെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അപ്പം നമ്മളെ എക്യുപ്മെൻസിനെ പറ്റി നിങ്ങൾ പറഞ്ഞോ, അതിൻ്റെ പ്രൈസ് പറഞ്ഞോ, എന്നിട്ട് നമ്മളെ കമ്പനി അതുപോലെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ കമ്പനി വിസിറ്റ് ചെയ്യിപ്പിക്കണം. അതിലൂടെ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇപ്പം നമ്മൾ ചൈനയിൽ നിന്ന് അതുപോലെ എക്സ്പോർട്ടിങ് കുറേ സ്വർണം ഇമ്പോർട്ടിങ്ങോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം. അപ്പോൾ നമ്മൾ നല്ല ഫ്രയർ, ഇലക്ട്രിക് ഫ്രയറും ഗ്യാസ് ഫ്രയറൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവിടെ പോയിട്ടും ഇതേപോലെ ഇപ്പം നമ്മളുടെ അടുത്തൊരു കസ്റ്റമർ വന്നാലും വില പേശുമ്പോൾ നമ്മൾ കുറഞ്ഞ സാധനം പറയും. അപ്പോൾ അത് ഞങ്ങൾ കൊടുക്കൂല. ഷവർമ തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത്ര പ്രൈസിൻ്റെ ഷവർമ, ആ പ്രൈസിൽ കുറഞ്ഞ ഷവർമ നമുക്ക് കിട്ടും, നമുക്കും തരാൻ പറ്റും. പക്ഷെ അതിന് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു 4 മാസം 5 മാസം അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ എക്യുപ്മെൻറ്റ്സും നമ്മൾ എടുക്കുന്ന സാധനം തന്നെ നമ്മളിപ്പോൾ പ്ലാനറ്ററി മിക്സർ, ഓവണ്, ഡെക്ക് ഓവണ്, റോട്ടറി ഓവൺ, ഒത്തിരി സാധനങ്ങൾ നിങ്ങൾ പിന്നെ ഇമ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഇതിന് വാറണ്ടി നിങ്ങൾ കൊടുക്കാറുണ്ട്? 1 year വാറണ്ടി വാറണ്ടി ഉണ്ട്, എല്ലാത്തിനും വാറണ്ടി കൊടുത്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ആ വാറണ്ടി കൊടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള മെഷീൻ എടുക്കണം. നമ്മളിപ്പോൾ ലോക്കൽ ഇപ്പോൾ ഒരു ഫ്രയർ, സാധാരണ ഒരു ഇലക്ട്രിക് ഫ്രയർ ഉണ്ട്, ഒരു 3,500 സാധനം ഉണ്ട്. ഫ്രയർ വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. ആ സാധനം നമ്മൾ 7,500 അല്ലെങ്കിൽ 9,500 ആ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ
ഈ വാറണ്ടി ഇല്ലാതെ അവർ വില കുറച്ച് വാങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 2-3 മാസം ആ 3 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു മെഷീൻ വാങ്ങണമെങ്കിൽ 3,500 കൂടെ ആയോ, അപ്പൊ 7 രൂപയായി. അതൊരു 6 മാസം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്തോണ്ടേക്കണം. പക്ഷേ ഫ്രയർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനും റൺ ആവുന്ന സാധനം. അത് ഓണാക്കിയിട്ടാൽ അത് വൈകുന്നേരം വരെ വർക്ക് ചെയ്യും. ഒരു 2 months 3 months കഴിയുമ്പോൾ തന്നെ അതിന്റെ കോയിൽ അടിച്ചുപോയി, പിന്നെ അത് വർക്ക് ആവാണ്ടാവും, പിന്നെ അതിന് വില പൈസ സ്പെൻഡ് ചെയ്യുക. ആൾക്കാർ എന്ന് വെച്ചാൽ ഒരു പുതിയ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവർ ചെറിയ ഇൻവെസ്റ്റ്മെന്റാ നോക്കുക. അതെ, ഒരു ഫുഡ് ബിസിനസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിന്റെ താഴോട്ട് ചെയ്യാനേ പറ്റില്ല. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫുഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പല കൺസൾട്ടേഷൻ ചെയ്യുന്ന ഓണേഴ്സ് പറയും അത്ര വേണ്ട, ആ ഒരു ക്വാളിറ്റി കുറച്ച് ചെയ്താൽ. പക്ഷേ ആ ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ക്വാളിറ്റി മാറിപ്പോയി. അപ്പോൾ നമ്മളാരും വലിയ ഇപ്പോൾ സാധാരണ കാറ്റഗറിയിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നത് നിങ്ങൾ ഓഫർ പ്രൈസിന് ഫുഡ് കൊടുക്കരുത്. ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, കോംപ്രമൈസിൽ എത്തേണ്ടി വരും. അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനം നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ശരിക്കും ശരിയല്ലല്ലോ. നമ്മളിപ്പോൾ ഫുഡിന് ഇപ്പോൾ 100 രൂപ 100 രൂപ കൊടുക്കുന്ന ഒരു ബിരിയാണിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു മീഡിയം ക്വാളിറ്റി കൊടുക്കാൻ 120 രൂപ നമ്മൾ സാധാരണ കടയിൽ. അപ്പോൾ അത് ഹൈ ഗ്രേഡ് ഒരു നല്ലൊരു മൾട്ടി ക്യൂഷൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ 220 അപ്പം 120 സാധനം നമ്മൾ റോഡ് സൈഡിൽ അവിടെ ഇവിടെ കിട്ടുന്നൊരു ബിരിയാണിക്കാണെങ്കിൽ വെറും 60 രൂപയുള്ളൂ. അപ്പോൾ അത് എന്ത് ഓയിലാണ്, അത് എന്താണ് ഇപ്പോഴും മനസ്സിലാക്കിയില്ല എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡിന്റെ ഇപ്പൊ ഓയിലിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യും, പൗഡേഴ്സിൽ കോംപ്രമൈസ്, അങ്ങനെ പലതിലും കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ ആ ഒരു കോസ്റ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ മക്കൾക്ക് വാങ്ങി കൊടുക്കുന്നതായാലും നമ്മൾ കഴിക്കുന്നതാണെങ്കിലും നമ്മൾ ചിന്തിക്കുക ആ ക്വാളിറ്റി ഫുഡ് ഭാവിയിലേക്ക് ഇതൊരു ബുദ്ധിമുട്ട് വരും. അതുപോലെ ഫുഡിന്റെ കാര്യത്തിലും മെഷീന്റെ കാര്യത്തിലൊക്കെ സെയിം സംഭവമാണ്. ഭാവി നമ്മൾ കുറച്ച് ഫ്യൂച്ചർ കണ്ടിട്ടാണ് നമ്മൾ മെഷീൻ വാങ്ങേണ്ടത്. ഒരു ഷവർമ മെഷീൻ ആവട്ടെ, ബ്രോസ്റ്റഡ് ആവട്ടെ, ഫ്രയർ ആവട്ടെ, ചൈനീസ് കുക്കിംഗ് റേഞ്ച് ആവട്ടെ, ഒരു തന്തൂർ ഓവണൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ചട്ടി, അതിൻ്റെ മെയിൻ ആ ചട്ടിയാണ്. ഈ ചട്ടി തന്തൂറിൻ്റെ കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്നൊരു ചട്ടിക്ക് നമുക്ക് ആകെ വരുന്ന പ്രൈസ് 600 രൂപ വരുള്ളൂ. അത് വെച്ചിട്ട് നമുക്കൊരു 20 രൂപക്ക് തന്തൂർ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ ഒരു മാസം കൊണ്ട് തന്തൂർ ചട്ടി പൊട്ടി എന്ന് പറഞ്ഞിട്ട് കോള് വരും. ആ സ്ഥാനത്ത് ഇപ്പം നമ്മൾ എടുക്കുന്നത് ബാംഗ്ലൂർ ചട്ടിയാണ്. ഈ ബാംഗ്ലൂർ ചട്ടിക്ക് നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ ഒരു 6,500 7,500 വരെ ഒരു ചട്ടിക്ക് മാത്രം വരും. ആ ചട്ടി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ തന്തൂർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷനില്ല, അവർക്കും ടെൻഷനില്ല. കാരണം നമ്മൾ ഒരു ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്തൂർ അടിക്കുന്ന ഒരാൾക്ക് ഈ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചട്ടി പൊട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് അല്ലാതാവും. പിന്നെ അത് അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യണം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടെ വരുമ്പോൾ പിന്നെയും കോസ്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ കസ്റ്റമർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ എക്സിക്യൂട്ടീവ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഇതാണ്, നിങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരും. ഫ്യൂച്ചറിൽ വരും. ഒരു 2 മാസം റൺ ചെയ്യുന്നപ്പോഴത്തേക്ക് എല്ലാത്തിനും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അതെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷവർമ നമ്മൾ ബർണർ ഫ്രാൻസിന്റെ ഒറിജിനൽ സോളാറോണിക്സ് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ കൊടുക്കുന്നത്. ആ സ്ഥാനത്ത് ലെബൻ്റെതും പല സാധനമുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ബർണർ 11,500 ആ സാധനം 6,500 ബർണറിൽ കൊടുക്കുന്നവരുണ്ട്. ആ ലോക്കൽ എക്യുപ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഷവർമൊക്കെ നമ്മൾ സെറ്റാക്കി കത്തിക്കുന്ന നേരത്തെ ചിലപ്പോൾ പൊട്ടിയിട്ടോ ഗ്യാസ് ശരിക്കും കറക്റ്റ് ചൂടാവാത്ത പ്രശ്നം വന്നാൽ ആ ചിക്കൻ അവിടെ വേസ്റ്റ് ആവുകയാണ്. പിന്നെ നമുക്ക് ആ കസ്റ്റമർ പോവുകയാണ്. അപ്പോൾ അതിലേറെ നല്ലത് ഒരു നല്ല മെഷീൻ ചൂസ് ചെയ്യുക. അപ്പോൾ ആ പൈസ പോകുന്നത് ഇവിടെ കിട്ടും, കസ്റ്റമർ പോവില്ല, നല്ലൊരു ആ ഒരു സിസ്റ്റത്തിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ലോക്കൽ മെഷീനും നമ്മളെ വേറെ ക്വാളിറ്റി മെഷീൻ എടുക്കുമ്പോൾ എന്ത് മാറ്റം എന്നുള്ളത്. എന്ന് വെച്ചാൽ ആൾക്കാർ ഈ റീൽസ് ഒക്കെ കാണും, ഈ ഫുഡ് ഇതിന്റെ വീഡിയോസ് കാണുമ്പോൾ, റീല് കാണുമ്പോൾ അവർ കാണുക ചെറിയ 3,500 രൂപക്ക് ഫ്രയർ ഉണ്ട്, 4,000 രൂപക്ക് ഫ്രയർ. അപ്പൊ ഫ്രയറിന്റെ പ്രൈസ് മാറുമ്പോൾ ക്വാളിറ്റി മാറുന്നുള്ള കാര്യം ഈ ന്യൂ കമേഴ്സിന് അറിയില്ല. അതെന്താ അറിയോ, ഇപ്പൊ നമ്മൾ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാണ് 1,500 രൂപയുടെ ഫ്രയർ. അത് നേരെ ഓൺലൈനിൽ സംഭവം എത്തും. പക്ഷെ അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിനൊക്കെ പറ്റും, അല്ലാതെ ഒരു റൺ ചെയ്യുന്ന ബിസിനസ്സിന് ഒരിക്കലും അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത. ടെമ്പറേച്ചർ മാറി തന്നെ ഫുഡിന്റെ ക്വാളിറ്റിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. നമ്മളിപ്പോൾ എന്താ പറയുക, എങ്ങനെയായാലും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് മാപ്ടെക്. പക്ഷെ അത് ആർക്ക് പറ്റ ലോക്കലിനെ കുറിച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് പ്രശ്നം. അതായത് അപ്പൊ ഞാൻ പറയാം, നമ്മൾ ഗ്രിൽ മെഷീൻ ഏറ്റവും കൂടുതൽ ഗ്രിൽ മെഷീൻ സപ്ലൈ ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ തന്നെ മാപ്ടെക് ആയിരിക്കും, ഇന്ത്യയിൽ തന്നെ പറയാൻ പറ്റും. കാരണം നമ്മൾ കൊടുക്കുന്ന അത്രയും ഹ്യൂജ് മെഷീനാണ് മന്ത്ലി കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവർ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം, നമ്മളോരോ മെഷീനും പ്രൈസ് കൂടുതലാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എത്രത്തോളം യൂസബിൾ ആണെന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. കാരണം കറങ്ങുന്ന മെഷീൻ രാവിലെ 11 മണിക്ക് ഇറങ്ങാൻ തുടങ്ങിയാൽ രാത്രി 11 മണി വരെ അല്ലെങ്കിൽ 12 മണി വരെ കറങ്ങുന്ന മെഷീൻ 12 മണിക്കൂർ ദിവസം കറങ്ങും, ചുരുങ്ങിയത് കറങ്ങും. അതിന് ക്വാളിറ്റി മെഷീൻ തന്നെ കൊടുക്കണം. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രിൽ മെഷീന് നമുക്ക് മാപ്ടെക്കിന് ഓർഡർ വരാനുള്ള കാരണം.
അപ്പോൾ അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റ്സ് എടുത്ത് നോക്കിയാലും ഈവൻ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ അതിൽ പോലും ഒരു ഗ്രേഡ് ഉണ്ടല്ലേ? 304 ഗ്രേഡ് ഉണ്ട്, ഫുഡ് ഗ്രേഡ് ആണ് 304. അതിന് മേലെ ഗ്രേഡ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഹെവി റേറ്റ് ആവുന്നതുകൊണ്ട് നമ്മളെ നാട്ടിൽ ഒരു 304 ഗ്രേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 202 കുറച്ചൊരു ഗ്രേഡ് കുറഞ്ഞ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ 202 ചെയ്യാം. പക്ഷെ ഗ്രേഡ് കുറഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണാറുള്ളത് വെച്ചാൽ ഒരു 2-3 മന്ത്സോ അല്ലെങ്കിൽ ഒരു 1 ഇയറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്റ്റ് പിടിക്കും. ക്ലീനിങ്ങിനനുസരിച്ചാണ് നമ്മളെ ലൈഫ്. അത് നമ്മളെല്ലാം ഏത് നമ്മളെ ലൈഫിലാണെങ്കിലും നമ്മളെ പിന്നെ ബിസിനസ്, റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലൊക്കെ എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മൾക്കൊരു ഉത്തരവാദിത്തം നമ്മളെ മെഷീനിൽ ആ ഇതിൽ വേണം. അപ്പോൾ അതിന് അത്രയും ലൈഫ് കിട്ടും. അത് നമ്മൾ ചാർക്കോൾ ഇടുന്നാലും ഷവർമ കത്തിക്കുന്നത് ഭയങ്കര ഫാസ്റ്റാക്കി കത്തിക്കുന്നു, സാധാരണ ലോ ലെവലിൽ കത്തിച്ച് കൂട്ടിക്കൊണ്ടിരുന്നാണെങ്കിലും അതിനൊരു ലൈഫ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് വരെ ഫുഡ് ഗ്രേഡാണ്. അതിപ്പോൾ ആരും 304 202 ചോദിച്ചിട്ടല്ല വാങ്ങുന്നത്, അത് 304 ഉള്ളൂ ക്വാളിറ്റി. അപ്പോൾ ആ ഒരു ലെവൽ ചെയ്ത് കഴിയുമ്പോൾ ലൈഫും കിട്ടും, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതും 304. 202 ചെയ്യാറുണ്ട്, പക്ഷെ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല, കാരണം ഫുഡ് ഗ്രേഡ് ആണല്ലോ നമ്മൾ ഇതിൽ വേണ്ടത്. അപ്പോൾ അതിന് 304. 202 പ്രൈസ് കുറഞ്ഞവർക്ക് വേണമെങ്കിൽ 202 ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഡീപ് ഫ്രയർ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ അതിൻ്റെ വാൾവിന് ഡിഫറൻസ് ഉണ്ടല്ലേ? ഈ പ്രൈസ് ഡിഫറൻസ് വരുമ്പോൾ വാൾവിന് ഡിഫറൻസ് വരും അല്ലേ? ഡീപ് ഫ്രയറിന്റെ വാൾവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ലൈഫിന് നല്ല വാൾവ് കൊടുക്കുന്നു. ലൈഫ് പറഞ്ഞപ്പോൾ നല്ല വാൾവ് 55,000 ഒരു ഫ്രയർ ഉണ്ട്, നോക്കിക്കഴിഞ്ഞാൽ 1,00,000 ഫ്രയർ ഉണ്ട്. അതാണ് മാറ്റം. ഫ്രയറിന്റെ അത് മാത്രമല്ല, ബാസ്ക്കറ്റിന്റെ ബലം നോക്കിയാൽ മനസ്സിലാവും. ചില ബാസ്ക്കറ്റൊക്കെ ഇങ്ങനെയാണ് ഒടിഞ്ഞു പോകും. ആ ബാസ്ക്കറ്റ് തന്നെ നമ്മൾ കുറച്ചും കൂടി, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3,500 ഫ്രയറും 6,500 ഫ്രയറും ബാസ്ക്കറ്റിൽ മാറ്റമുണ്ടാവും, കോയിലിൽ മാറ്റമുണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ റേറ്റ് കോംപ്രമൈസ് നോക്കിയാൽ നമുക്ക് നഷ്ടങ്ങളെ വരുള്ളൂ. കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണത്. കാരണം ചെറിയ ഒരു ലാഭത്തിനും വേണ്ടി നമ്മൾ വലിയൊരു നഷ്ടം ഉണ്ടാക്കും. അതാണ് പിന്നെ ആ സാധനം പുതിയ വാങ്ങേണ്ട തന്നെ വരും. അതാ, അപ്പോൾ ഡബിൾ റേറ്റ് ആവും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. കറന്റ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നടക്കുന്നുണ്ട്, ഗ്യാസിന്റെ ഷോർട്ടേജ്. കോവിഡിന് ശേഷം ഏറ്റവും വലിയൊരു ക്രൈസിസ് വന്നത് ഈ ഒരു ഗ്യാസിന്റെ ഇഷ്യൂ. ഈ ഒരു ഇഷ്യൂ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻസ് ഓഫ് എക്യുപ്മെന്റ്സ് എന്തെല്ലാം ഇതിലിപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാവരും ഇപ്പം നമ്മളെ കസ്റ്റമർ എല്ലാവരും ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിന് ഓരോ റോക്കറ്റുകൾ കുറേ സംഭവങ്ങളൊക്കെ, അതൊന്നും ശരിക്ക് തൽക്കാലം ഓക്കെ ഒരു ജസ്റ്റ് ഈ ഒരു സ്ട്രഗിൾ അങ്ങനെ പറ്റും. മറ്റേത് ഗ്യാസിന് പകരം ശരിക്കും ഗ്യാസ് തന്നെ, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സ്ട്രഗിൾ ചെയ്ത് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ആ അടുപ്പ്, അതുപോലെ നമുക്ക് ചാർക്കോൾ ഷവർമ, ചാർക്കോൾ ഷവായ ഞാൻ മുമ്പൊരു ഇതിൽ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് ആ ഐറ്റംസ് ഒന്ന് പ്രൊമോട്ട്, കാരണം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടർക്കിഷ് ഫുഡാണ്. അറബിക് ടർക്കിഷ് ലെവൽ വരുന്ന കുറേ ഐറ്റംസ് നമുക്ക് കഴിക്കാം. അപ്പോൾ അതിൽ ബ്രെഡ് ഐറ്റംസ് വരുന്നത് തന്തൂർ റൊട്ടി, നാന്, ഇങ്ങനത്തെ കുറേ ഐറ്റം, തന്തൂർ പൊറോട്ട, ഇങ്ങനത്തെ കുറേ ബ്രെഡ് ഐറ്റംസ് അതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ടിക്ക, കബാബ് ഐറ്റംസുകൾ, ഇത് പിന്നെ ഷവർമ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ചാർക്കോൾ ഷവർമ നല്ല മൂവിങ്ങുള്ള സാധനം, അത് ടേസ്റ്റുമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു 6 മാസമായിട്ട് നമ്മൾ ചെയ്ത് വെച്ച സെറ്റപ്പാണ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ലൈനിൽ ഇറങ്ങിയിട്ടുണ്ട്. ചാർക്കോൾ ഷവായ നല്ല ടേസ്റ്റാണ്. പക്ഷെ മറ്റുള്ളതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഫാസ്റ്റ് അല്ല, കുറച്ചുകൂടി ടേസ്റ്റിയാണ്, കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. പക്ഷെ നല്ല ഫുഡിൽ ക്വാളിറ്റി കൊടുക്കാൻ പറ്റും, ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ ഈ ഒരു ഇതിൽ സ്ട്രഗിൾ ചെയ്യാൻ പറ്റുന്നൊരു സംഭവങ്ങൾ മെപ്ടെക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് എന്ന് വെച്ചാൽ വലിയ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ അതിൽ അധികം റെസ്റ്റോറൻറ്റ്സ് റൺ ആവുന്നത് ഏകദേശം ഒരു ഷോപ്പിന് തന്നെ റെന്റ് തന്നെ ഉണ്ടാവും 2-3 ലക്ഷം രൂപ. അപ്പോൾ ഈ ആൾക്കാർ ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ അധികം ആൾക്കാർ പൂട്ടിയിട്ട് പോയി, റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തിട്ട് പോയി. പക്ഷെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോവാണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് ആഡ് ഓൺ മെനൂസ് ചെയ്തിട്ട് സർവൈവ് ചെയ്ത്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മളെ മാപ്ടെക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചിലവിൽ അറിയാത്തവരുണ്ടാവും. മാപ്ടെക് നമ്മളിപ്പോൾ ഒരു ബേക്കറി, ഒരു റിലേറ്റഡ് ബേക്കറിൻ്റെ ഓണറാണ്. ഈ ബേക്കറി ഓണറായിട്ട് ഞാൻ കാണുമ്പോൾ എപ്പോഴും അവർ ബേക്കറി അടുത്ത് ചെയ്യുന്നു. അപ്പോൾ ആ ബേക്കറി റിലേറ്റഡ് സംഭവമാണ് മാപ്ടെക് അവരെ സംബന്ധിച്ച്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് മാത്രമല്ല, കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഷവർമ ചെയ്യുന്നുണ്ട്, കിച്ചൺ ചെയ്യുന്നുണ്ട്, പൊറോട്ട തവ ഉണ്ട്. അങ്ങനെ ഇത് ചിലവർ അറിയാത്തവരുണ്ടാവും, കാരണം അവർക്ക് വേണ്ടത് ബേക്കറി ഐറ്റംസ് മാത്രമാണ്. നമ്മുടെ അടുത്ത് ഇതുണ്ട്, അവർക്ക് അത് വേണ്ട. പക്ഷെ അത് അവർക്ക് വേണ്ട സുഹൃത്തുക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിചയക്കാരുണ്ടാവാം. അവർക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ഈ കുട്ടികളോട് ഞങ്ങൾ പറയാറ് ഇതാണ്. അപ്പോൾ അവർക്ക് ആർക്ക് എന്ത് വേണം
അതാണല്ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. എക്യുപ്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു ഇത് മാത്രമായിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ കണ്ടെത്തിയതാണ് ആ ഒരു മെനു ഷോർട്ട് ചെയ്യുക. ഈ മെനു ഷോർട്ട് ചെയ്യുന്നതോട് കൂടി കട അടക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ആൾക്കാരെല്ലാം കട അടച്ചു പോവാന്നുള്ളത്, കട അടച്ചു പോയി പിന്നെ റീ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ തിരിച്ചു തരില്ല. ആ ഒരു ഇഷ്യൂ കൊണ്ട് പിന്നെ ആ ഷോപ്പ് ലൈഫ് ലോങ് ക്ലോസ് ചെയ്തിരിക്കുക എന്നുള്ളൊരു ഇതിനകത്ത് കുറച്ച് സ്റ്റാഫിനൊക്കെ അവർ ലീവ് വേണ്ട സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അവർക്ക് ലീവായിട്ട് കൊടുക്കുക, 1 മാസം 2 മാസങ്ങൾ പോയിട്ട് വരും എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലീവ് ആവും ചെയ്യും. ഇവിടെ റൺ ചെയ്യാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നാൽ ഒരു ഐറ്റംസ് മെനുവിൽ ഒതുങ്ങി അത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് അപ്പോൾ ഈ കുറേ റൺ ചെയ്തു. നമ്മളിപ്പോൾ ഇന്നും നാളെ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. ചാർക്കോൾ ഷവർമ പോകുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് ഫ്രയർ ഓൾറെഡി ഇലക്ട്രിക്കിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ എല്ലാം ചോദിക്കുന്നത്. പക്ഷെ അതൊക്കെ വാട്സ് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. 5000 വാട്സ് 10000 വാട്സ് ഒക്കെ നമ്മൾ മാപ്ടെക് MD ഷിയാബായി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിനെപ്പറ്റി. കാരണം ഈ എത്രത്തോളം ഇത് യൂസ് ആവും എന്നുള്ളതൊക്കെ വെച്ച്. കാരണം അതാണ്, അത് ലോഡ് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ആവില്ല. അത്ര ലോഡ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ല. ആദ്യം പ്ലാൻ ചെയ്യാത്ത പെട്ടെന്ന് വരുന്നല്ലേ. തൽക്കാലം നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻഡക്ഷൻ കുക്കർ 1 or 2 ഒക്കെ വെച്ചിട്ട് ചില സാധനങ്ങൾ റൺ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ മൊത്തം ഇലക്ട്രിക് ആക്കൽ ചിലപ്പോൾ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള പറഞ്ഞില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ചൈനീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻസ് ഉണ്ടോ ഇലക്ട്രിക് ആയിട്ട്? അതിനെന്തെങ്കിലും ഇൻഡക്ഷൻ സ്റ്റൗ അങ്ങനത്തെ ചൈനീസിന് ഉണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മളൊരു റൗണ്ട് ആയിട്ട് കുഴിയായിട്ടുള്ള ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൈലബിൾ അല്ല, കിട്ടാനില്ല. ഇപ്പം പ്രശ്നം അതാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് വന്നപ്പോൾ ഇത് എത്രത്തോളം അവൈലബിലിറ്റി കുറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ എക്സ്പോർട്ടിങ്ങും ഒക്കെ ബുദ്ധിമുട്ട്, ഇമ്പോർട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഇമ്പോർട്ടിങ്ങും കൂടെ ആ ഒരു ഇഷ്യൂ വന്ന സംഭവങ്ങളാണ് സമയത്ത് വന്നതുകൊണ്ട് എല്ലാം കൂടെ ക്ലാഷായി. അപ്പോൾ ഈ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് ഉടമകൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റാഫ്, ഇപ്പോൾ 10-30 സ്റ്റാഫുകൾ 15 സ്റ്റാഫിനൊക്കെ ലീവ് കൊടുത്തിട്ടോ ഇങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നല്ലാതെ നിങ്ങൾ പറയുമ്പോൾ ക്ലോസ് ചെയ്ത് പോകുന്നത് ഉചിതമല്ല. അധിക റെസ്റ്റോറൻറ്റ്സിൽ കാണുന്ന ഒരു കാര്യമാണ്, നല്ല എക്സ്പീരിയൻസിലായാലും ഷെഫിനെ കൊണ്ടുവരും. പക്ഷെ കിച്ചണോ അതിന് ആപ്റ്റായിട്ടുള്ള കിച്ചൺ ആയിരിക്കില്ല. എന്നിട്ട് വന്നിട്ട് പറയും, ഷെഫേ നിങ്ങളെ ഞാൻ അങ്ങ് കൊണ്ടുവന്ന് പക്ഷെ ഫുഡിന് ടേസ്റ്റ് ഇല്ല. അപ്പം ഷെഫിനെ കുറിച്ച് സംബന്ധിച്ചോളം വേണ്ട ബേസിക് ആയിട്ടുള്ള കിച്ചൺ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ അവിടെ കാണുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരോട് നമ്മൾ പറയും, നിങ്ങൾ ഇമ്പോർട്ടഡ് കൊടുക്കേണ്ടത് കിച്ചണാണ്. ഇൻറ്റീരിയേഴ്സ് വേണം, ആംബിയൻസ് വേണം, അതിനും ഒരു പരിമിതി ചിലവാക്കാനേ പാടുള്ളൂ. ചിലവാക്കാം, പക്ഷേ അത് ഞാൻ ചില റെസ്റ്റോറൻറ്റ് പോയി നോക്കുമ്പോൾ 300 സീറ്റ് ഉണ്ടാവും, പക്ഷേ കിച്ചൺ ആകെ 150 സീറ്റുള്ള സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വീർപ്പ് മുട്ടുന്നത് ഷെഫ്മാരാണ്. അധിക കാലം അവർ കുറെ കാലം ജോബ് ചെയ്യില്ല, അവരത് ക്വിറ്റ് ചെയ്ത് അടുത്ത ഔട്ട്ലെറ്റിലേക്ക് പോകും. അപ്പോൾ അവരും തന്നെ പറയുന്നത് നമുക്ക് ഇതിന് സൗകര്യമുള്ള റെസ്റ്റോറൻറ്റ് കിട്ടാണ്ട് ഞങ്ങൾ അതിലേക്ക് മാറും. അപ്പോൾ അത് നമുക്കൊരാൾ എപ്പോഴും ഷെഫ്മാർ മാറി പോകുന്ന അത്ര ഉചിതമല്ല. ഒരു ഷെഫ് തന്നെ നിലനിൽക്കുന്നത്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ പല ഹോട്ടലുകളും 30 വർഷം റൺ ചെയ്ത ഹോട്ടലിലൊക്കെ ഉണ്ട്. അത് ഇന്നും അന്നും ഒരേ ഷെഫ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് ഫോം കിച്ചണിൽ പോകുമ്പോൾ നമ്മളാണ് ടോപ്പ് ഫോമിൻ്റെ റെസ്റ്റോറൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 50 വർഷമായല്ലോ അതിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്ന ഷെഫ്. 50 വർഷമായിട്ടുള്ള ആളെ ഞാൻ പരിചയപ്പെട്ടു എറണാകുളത്ത് നിന്ന്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു അവരെ മുന്നോട്ട് പോകുന്നതിൻ്റെ. അവർ ഔട്ട്സൈഡിനെക്കാട്ടും എന്നാൽ സീറ്റിങ്ങിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കിച്ചണിലായതുകൊണ്ട് ആ ഒരു ബിസിനസ് ലോങ് ടേം ഏകദേശം ഒരു 50 വർഷത്തിന്റെ അടുത്ത് പാരമ്പര്യമുള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നത് കിച്ചൺ. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും, നമ്മൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് റെസ്റ്റോറൻറ്റ് ഒരാൾ ഒരു മീറ്റിംഗ് വെച്ചാൽ നമ്മൾ പറയും ആദ്യം കിച്ചൺ റെസ്റ്റോറൻറ്റ് നമുക്ക് ഏരിയ തന്നാൽ മതി. ഏരിയ തന്നാൽ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. നമ്മളെ എക്സിക്യൂട്ടീവും അതുപോലെ നമ്മളെ പിന്നെ ഡ്രോയിങ് സ്റ്റാഫിൻ്റെ ഹെഡൊക്കെ പോയിട്ട് അതിൻ്റെ ഏരിയ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ അവരോട് പറയും ഇത് ഇത്ര കിച്ചൺ ചെയ്യണം, ഇത്ര റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മളവിടെ എന്തെങ്കിലും സൗകര്യം ഒരു ഔട്ടർ ഡിസൈനിലൊക്കെ ചെയ്തിട്ട് നമുക്ക് സീറ്റിംഗ് കൊടുക്കാൻ പറ്റും. ഡൈനിങ് ഓപ്പൺ എസിൻ്റെതും ഓപ്പണിലൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ കിച്ചണിലൊരു പരിമിതി ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ റെസ്റ്റോറൻറ്റ് ചെയ്തു. 4500 സ്ക്വയർ ഫീറ്റ് കിച്ചൺ ഉണ്ട്. കിച്ചൺ മൊത്തം അവരെ ബൾക്കും എല്ലാം കൂടെ മൊത്തം നോക്കിയാൽ ഒരു 4500 കിച്ചൺ ഉണ്ടാവും. വളരെ വിശാലമായ കിച്ചൺ. അപ്പോൾ ഒരു സ്റ്റാഫ് അതിന് പോവില്ല, ഹോട്ട് ഉണ്ടാവില്ല, അതുപോലെ അവർക്ക് ചെയ്യാനൊരു ഒരു ഒരു ഇതുണ്ടാവും. അധികം കഫേസ് ആയിക്കോട്ടെ റെസ്റ്റോറൻറ്റിലായിക്കോട്ടെ കറക്റ്റ് വെന്റിലേഷൻ പോലും ഉണ്ടാവില്ല. അതിനുള്ളിൽ നിൽക്കുന്ന സ്റ്റാഫിന് ഒരു 12 മണിക്കൂർ നിന്ന് അവൻ ഒരു 5 വർഷം വർക്ക് ചെയ്താൽ തന്നെ അവർക്ക് ജീവിതകാലം പിന്നെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. നമ്മളതാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഒരു കിച്ചണിൽ പോയപ്പോൾ
ഭയങ്കര സ്മോക്കാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഹുഡ് അത്ര കറക്റ്റ് അല്ല, വലിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഏതോ ലോക്കൽ സെറ്റപ്പ് ചെയ്താണ്. അപ്പോൾ ആ ഇതിൽ സ്റ്റാഫുകൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പം നിൽക്കുന്ന നമ്മളെ മുന്നിൽ തന്നെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്, ചിലത് കുറേ സ്റ്റാഫ് പിരിഞ്ഞു പോകുന്നുണ്ട്, ചിലർ ഇവരായിട്ട് അത്ര കമ്മിറ്റ്മെൻ്റ് ഉള്ളിൽ മാത്രമേ അവിടെ നിൽക്കത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പിരിഞ്ഞു പോകും. കാരണം ഈ ഒരു ഹുഡിൻ്റെ കാര്യത്തിൽ നല്ല ഹുഡ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പലയിടത്തും നമ്മൾ ഈ ഒരു കോംപ്രമൈസ് ചെയ്തവർക്കൊക്കെ മാറ്റി കൊടുത്തു. കാരണം നമ്മളൊരു ഹുഡിൻ്റെ ഒരു എക്സ്പെൻസ് പറയുമ്പോൾ 7 ലക്ഷം 8 ലക്ഷം പറയുമ്പോൾ ഒരു 3 ലക്ഷത്തിന് 4 ലക്ഷം ചെയ്യാനുണ്ട്. അതിപ്പോൾ ഒരു ഹുഡല്ലേ, അത് അങ്ങനെ മതിയല്ലോ. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് ബിസിനസ് റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ ചിലവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവർ പറയും ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. എത്രത്തോളം ആൾ നിൽക്കും, സ്റ്റാഫ് നിൽക്കുന്നതും ചൂടും കാര്യങ്ങളും ഒരു ഫ്രഷ് എയറും ഒരു കറക്റ്റുള്ള വലിയും കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റാഫ് അവിടെ ശരിക്കും നിൽക്കും, വർക്ക് ചെയ്യും. ആ സ്റ്റാഫിന് എത്രത്തോളം ഒരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫുഡിൻ്റെ ടേസ്റ്റ് മാറൂലേ. നല്ല ഫുഡ് ടേസ്റ്റ് ക്വാളിറ്റി കൊടുക്കാൻ പറ്റും. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ടും കൂടെ ഉണ്ടാക്കുകയാണ്, കൈ കൊണ്ട് മാത്രമല്ല. അത് മനസ്സിൽ നിന്ന് അതിൻ്റെ ഒരു ഇത് വന്നാൽ മാത്രമേ കയ്യിലേക്ക് വരുള്ളൂ. അതെ, ഷെഫ് പല വെറൈറ്റി ഉണ്ടാക്കുന്ന ആളാണ്. ഷെഫിൻ്റെ ഫുഡ് വീഡിയോ കാണാറുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പല പല വെറൈറ്റീസ്. ഇപ്പം ഇന്നലെ ഞാൻ കണ്ടു ഒരു എന്താ ഉണ്ടാക്കുന്ന മസാല സോഡ, അങ്ങനെ പല പല വെറൈറ്റി. ഇപ്പം എന്തൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ വേണം അതിനനുസരിച്ചൊക്കെ. ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര എന്താ ഇൻസ്റ്റഗ്രാം ഓറിയന്റഡ്. അവരെ ഫുൾ അത് നോക്കിക്കൊണ്ട് എന്താണോ പുതിയ വരുന്നത് അത് ഫോളോ അപ്പ് ചെയ്യാന്നുള്ള. അത് കണ്ടിട്ട് ഇപ്പൊ ആൾക്കാർ പല ബിസിനസ്, ഇപ്പം ബൺ മസ്ക ട്രെൻഡിങ്ങിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് ബണ്ണ് റിലേറ്റഡ് ഫുഡ് ഉണ്ടാക്കണം. അപ്പം പറയാം എനിക്ക് 30 ലക്ഷം 40 ലക്ഷം രൂപക്കെല്ലാം ബണ്ണ് റിലേറ്റഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ന്യൂ കമേഴ്സാ. നമ്മൾ പണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ന്യൂ കമേഴ്സ് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് 40 ലക്ഷം രൂപക്ക് ഒരു ബഡ്ജറ്റിൽ ഒരു കിച്ചൺ ചെയ്ത് ഇതാക്കി ഒരു ബണ്ണിന്റെ റിലേറ്റഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബണ്ണ് സെല് ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം 30 രൂപ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം നമ്മളൊരു 1000 ബൺസ് വിറ്റാൽ മാത്രമേ എന്ത് ചെയ്യാം നമുക്ക് ഈ ROI റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, ഈ ബണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറേ മുമ്പേ നമ്മളിപ്പോൾ വീട്ടിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുവരുമ്പോഴും ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ട്രിവാൻഡ്രം തിരുവല്ല ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ എല്ലാ ബേക്കറിയും നല്ല ബണ്ണുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ മസ്ക ബണ്ണ്, ബട്ടർ ബണ്ണ്, അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനമായിരുന്നത്. അത് അന്നൊന്നും ഇവിടെ അത് ശരിക്കും പ്രാബല്യത്തിലില്ല, നമ്മുടെ നാട്ടിലേ ഇല്ല. കുറേ മുമ്പാണ്, ഞാൻ ഇപ്പോൾ ഒരു 6 വർഷം അല്ലെങ്കിൽ 8 വർഷം മുമ്പുള്ള കാര്യമാണ്. അത്രയും ലോങ്ങിൽ ഈ സാധനം അവിടെ നല്ലോണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇവിടെ കോഴിക്കോട് ഒരു ഇതിൽ ബൺ എന്താണ് ഒരു വേറെ പേര് തന്നെ, ശരിക്കും അത് കുക്കി ബണ്ണ് അല്ലെങ്കിൽ ദുബായിൽ പപ്പ റൊട്ടി, ദുബായിലാണ് സംഭവം. അതൊരു മാളില് പപ്പ റൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു മെയിൻ സംഭവം. ആ അത് ബണ്ണിലേക്ക് വന്നു. ആ ബണ്ണ് കോഴിക്കോട് ഹിറ്റായി ഒരു ഷോപ്പിൽ. ആ ഹിറ്റായത് നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ സംസം റെസ്റ്റോറൻറ്റിൽ നമ്മൾ ആ ബണ്ണിന് ഒരു കോഫി ഷോപ്പ് തന്നെ ചെയ്ത് മെയിൻ ആ ബണ്ണ് വെച്ചിട്ട്. അപ്പോൾ അവരാ ബണ്ണുമ ആ ഒരു ഷെഫും നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു, ഷെഫ് വെച്ച് അത് സ്റ്റാർട്ട് ചെയ്തു. കോഫി ബൺ കഫേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, ബൺ കഫേ. ആ ബൺ കഫേ നല്ല റീച്ചായി. അവരത് എല്ലാ ഔട്ട്ലെറ്റിലും ഓരോ ചെറിയ ചെറിയ ഔട്ട്ലെറ്റാക്കി ഇട്ട് ഈ ബണ്ണ് ഏറ്റവും അവർ പേരിട്ടുണ്ട് കുക്കി ബൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബണ്ണിന് ഏറ്റവും ഇഷ്ടക്കാരും പ്രിയക്കാരും ഇപ്പോൾ എല്ലാ ഷോപ്പിലും ബണ്ണായല്ലോ. അപ്പോൾ ബണ്ണിന് മാത്രം ഷോപ്പുകൾ, റോഡ് സൈഡിൽ വരെ ബൺ മസ്ക ടീ, ഇറാനി ടീ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്ന ഷോപ്പുകൾ നമ്മൾ ഇവിടെ അടുത്ത് ടൗണിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ചെയ്തു. അതും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഷെഫ്, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ എല്ലാ എക്യുപ്മെൻസും, ഓവൺ ആവട്ടെ, അതിന് കേക്ക് മിക്സർ ആവട്ടെ, അതിൻ്റെ A to Z നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷെഫേ, നമ്മൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ള പലരും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മളെ പരിചയക്കാരൊക്കെ വരും. അപ്പോൾ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രൂപത്തിൽ ഒരു ഷെഫും അതുപോലെ ഒരു കൺസൾട്ടൻറ്റ്, റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ആണല്ലോ സാർ നിങ്ങൾ. അപ്പോൾ അത് എത്രത്തോളം, എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കണം അവർക്ക്, എങ്ങനെ ചെയ്യണം? ഒരു റെസ്റ്റോറൻറ്റോ ഒരു കഫേയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളത് അതിൻ്റെ ഫെയിലിയറും അതിൻ്റെ സക്സസ്സും മെഷർ ചെയ്യണം. നമുക്കിപ്പോൾ ഒരാളൊരു ഐഡിയ കൊണ്ടുവന്നു, എനിക്കൊരു എന്തെങ്കിലും ഒരു ബിസിനസ്, ഒരു കഫേ തുടങ്ങണം. അപ്പം നമ്മൾ ആ ഒരു ലൊക്കേഷൻ നോക്കും. ആ ലൊക്കേഷന് ഈ പറഞ്ഞ കോൺസെപ്റ്റ് വർക്കൗട്ട് ആവുമെന്ന് ഫസ്റ്റ് നമ്മൾ നോക്കണം. അത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നത്തെ സ്റ്റേജസ് ആണ്, മീൻസ് അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, ഇത് എങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരിലേക്ക് പുഷ് ചെയ്യാം. പിന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ എന്ത് ടൈപ്പ് ഓഫ് ഒരു മെനു ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മെനുവിന് കറക്റ്റ് ആയിട്ടുള്ള കിച്ചൺ എക്യുപ്മെന്റ്സ് വേണം. അപ്പോൾ ആണ് എക്യുപ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ കിച്ചൺ എക്യുപ്മെന്റ്സ് പ്ലേസ് ചെയ്യാന്ന് മാത്രമല്ല കൺസൾട്ടിങ്, അല്ല അത് പ്രോപ്പറായ സ്ഥലത്ത് പ്ലേസ് ചെയ്യാന്നുള്ളത്. അതെ. പിന്നെ നമ്മൾ ആ ഏരിയക്ക് അനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഒരു മെനു, അതായത് നോൺ വെജിൻ്റെ ഏരിയ പോയിട്ട് വെജ് കൊടുത്തിട്ട് ചിലപ്പോൾ ക്ലിക്ക് ആവാൻ സാധ്യതയില്ല. കാരണം അവിടെ അതേ പറ്റുള്ളൂ. അതുപോലെ തന്നെ വെജ് സ്ഥാനത്ത് നമ്മൾ നോൺ വെജ് ആയാലും ക്ലിക്ക് ആവില്ല. അത് അവിടെ അതേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറേ ഏരിയകളുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അതുപോലെ സ്റ്റാഫിന്റെ ഇഷ്യൂ ആണ്. പിന്നെ സെക്കൻഡ് ഒരു ഫോർത്ത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് എപ്പോഴും സ്റ്റാഫിന്റെ ഇഷ്യൂ. ഈ ഒരു ന്യൂ കമേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഇട്ടിട്ടാണ് അവർ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പം അവർ ചെറിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണെങ്കിൽ, ഇപ്പൊ റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ കുഴപ്പമില്ല, അവർ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആണെങ്കിൽ കുഴപ്പമില്ല. സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ വരുന്ന ആൾക്കാരോട് ഞങ്ങൾ എപ്പോഴും പറയാം, നിങ്ങൾ ആദ്യം പഠിക്കുക, ഇതെങ്ങനെ വർക്കാവുന്നതെന്ന് പഠിക്കുക. എന്നിട്ട് മാനേജർ സീറ്റിൽ പോയി ഇരിക്കുമ്പോൾ നമുക്കിത് വർക്കാവുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇതല്ല, തുടക്കത്തിൽ തന്നെ പോയി മാനേജർ സീറ്റിൽ ഇരിക്കുക, എന്നിട്ട് ആൾക്കാരോട് ഇത് പറയാ. നമ്മൾ എന്താ ഈ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയില്ല. എന്തൊക്കെ സാധനം ഈ ഫുഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ആൾക്കാർക്ക് ഇപ്പൊ പറഞ്ഞുകൂടാ. അപ്പൊ അപ്പുറത്തെ ഷോപ്പില് ഷവായ കൊടുക്കുന്നത് ക്വാർട്ടർ 140 അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുക 120. എന്തുകൊണ്ടോ 140 ഇട്ട് എന്നുള്ള കാര്യം ചിന്തിക്കില്ല. 10 രൂപ കുറച്ചു കൊടുത്ത് മാർക്കറ്റ് പിടിക്കാന്നുള്ളത്. അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഒരു ഫുഡ് സെല് ചെയ്യും, ആ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി അതിന്റെ ലേബർ ചാർജ്, അതിന്റെ ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് വരും. അതാണ് നേരത്തെ പറഞ്ഞ കൺസൾട്ടിങ്. അതില്ലാത്ത പക്ഷം എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർന്ന് കേട്ടിട്ടുണ്ടോ, അതുപോലെ ഇങ്ങനെ തിളക്കാന്ന ഉണ്ടാവും മാർക്കറ്റ് കിടന്ന്. നമ്മളെന്തറിയോ, ഈ ബിസിനസ് ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഇഴകി ചേരുന്നേ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ നമ്മളെ പരിചയക്കാരൊക്കെ ചോദിക്കും നമുക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാം. അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ ഞാൻ പറയാറ്, നിങ്ങളവിടെ നിൽക്കാൻ തയ്യാറാണ്. സ്റ്റാർട്ടപ്പിലെങ്കിലും അവിടെ ഫുള്ള് നമ്മളെ മുഖം അടവാണ്. അല്ലെങ്കിൽ നമുക്കിതിനെപ്പറ്റി അറിയണം, നമ്മൾ അറിയുന്ന ഫീൽഡേ ചെയ്യാവൂ. ഏതും റെസ്റ്റോറൻ്റ് ആവട്ടെ, നമ്മളിപ്പോൾ കൂടുതൽ നമ്മൾ സുഹൃത്തുക്കൾ കോൺട്രാക്ടേഴ്സാണ്. ഈ കോൺട്രാക്ടേഴ്സ് വന്നിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്ക് വന്നിട്ട് കോൺട്രാക്ടർ ആകാൻ പറ്റില്ല. പക്ഷെ അത് പറ്റും, അതിനെപ്പറ്റി പഠിക്കണം. ഏതും നമ്മൾ പഠിച്ചു വരുന്നല്ലോ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതും ചെയ്യാൻ പറ്റും, എന്തും. അപ്പോൾ ആ ചെയ്യുന്നത് ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഏതൊരു ക്യാഷുകാരനും ഹോട്ടലിൽ തുടങ്ങാം, പക്ഷേ നടത്താൻ പറ്റില്ല. അതൊരു മെയിൻ സംഭവമാണ്. കാരണം ആർക്കും അല്ലേ പേയ്മെന്റ് ക്യാഷ് ഉണ്ടെങ്കിൽ ഹോട്ടൽ തുടങ്ങാൻ പറ്റും. പക്ഷെ അത് നടത്തണമെങ്കിൽ അതിൻ്റെ സ്കില്ല്, അതിൻ്റെ സംഭവം, സ്ട്രഗിളിങ് എല്ലാം നമ്മൾ അറിയണം. ജസ്റ്റ് ഒരു സാമ്പാർ ടേസ്റ്റ് നോക്കാനും അറിയണ്ടേ, ചിലപ്പോൾ അതും കൂടി അറിയാത്ത ആളാവും ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ കുറേ നഷ്ടങ്ങൾ വരും. അപ്പോൾ അത് ഹോട്ടൽ ഒരിക്കലും പൊട്ടൂല. ഹോട്ടലിനെ പറ്റി അറിയുന്ന ഒരാൾ അതിൽ 1-2 ഭാഗത്ത് ആവണം, എന്നാൽ ഹോട്ടൽ പൂട്ടേണ്ടി വരില്ല. അത് ഉറപ്പ് നമുക്ക് കൊടുക്കാം. ഇക്ബാൽ ജി ആണല്ലോ ഈ നെഹദി മന്തിന്റെ കിച്ചൺ ഒക്കെ ചെയ്തത്. അതെ, നെഹദി അതുപോലെ കുറേ റെസ്റ്റോറൻറ്റ് മന്തിയിൽ ഇപ്പോൾ നമ്മൾ നെഹദി ആവട്ടെ, അൽറീം ആവട്ടെ, എന്താ ഒത്തിരി നമ്മളെ നാട്ടുകാരാണ് ഈ ടീമെല്ലാം. ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ കമ്പനി നിൽക്കുന്ന ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ നെഹദിയും അൽറീമും. അങ്ങനെ ഒത്തിരി മന്തിൻ്റെ ഷോപ്പുകൾ, എല്ലാവരും നല്ല ലീഡിങ് കമ്പനിയായി മാറി. മാഷാഅല്ലാഹ് അവരൊക്കെ കിച്ചൺ എക്യുപ്മെന്റ്സ് എടുത്ത് അവര് സിസ്റ്റമാറ്റിക്കായി മൂവ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് കുഴിമന്തിയാണ് അവര്. കുഴിമന്തിയിൽ നമ്മളെ ഭാഗവത്താകുന്നത് ബാർബിക്യൂ ആണ്, അൽഫാം മന്തിയിലേക്ക് വരുമ്പോഴാണ് ഇത് ട്രെൻഡ് മാറിയത്. പിന്നെ ഷവായ പ്ലസ് റൈസ്, അൽഫാം പ്ലസ് റൈസ്, ഇങ്ങനെ വരുമ്പോഴാണ് ഇതിന് കോമ്പിനേഷൻ കയറിയത്. മറ്റേ ചിക്കൻ മന്തിയിലെ ചിക്കൻ ആരും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് അല്ലേ, അധികം മസാലയോ ഫ്ലേവർ ഒന്നും ഉണ്ടാവും. നമ്മളെ കേരളക്കാർക്ക് അങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടേസ്റ്റ്. അതെ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ബാർബിക്യൂ അതുപോലെ ഷവായ നമ്മൾ പിന്നെ സ്പെഷ്യലൈസ്ഡ് ചെയ്തൊരു സംഭവമുണ്ട്, സ്റ്റീം ഓവണിൽ നമ്മൾ മട്ടനും ബീഫൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ജ്യൂസി ആയിട്ട്, ബോണ് വേറെ മീറ്റ് വേറെ കറക്റ്റായിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ ചാടുന്നൊരു സിസ്റ്റത്തിൽ നമ്മൾ കുറേ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റീം ഓവണിൽ ചെയ്ത ഒരു സംഭവങ്ങളാണ്. അതിപ്പോൾ ഈ പറഞ്ഞ എല്ലാ റെസ്റ്റോറൻറ്റിലേക്കും നമ്മൾ കൂടുതൽ മന്തി ഷോപ്പിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അത് നല്ല ബെനിഫിറ്റാണ് അവർക്കത്. പുതിയൊരു മെനു ആയി ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഈ സ്റ്റീം ഓയിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ മന്തി ഷോപ്പുകളിലും കൂടുതൽ നമ്മൾ എക്യുപ്മെൻറ്റ്സ് മാപ്ടെക് വരാനുള്ളൊരു സാധ്യത ഈ സ്റ്റീം ഓവണും ബാർബിക്യൂ ഈ ഐറ്റംസിലാണ് കൂടുതൽ നമ്മൾ ഈ മന്തി ഷോപ്പിൽ കയറിയത്. എപ്പം കിച്ചൺ സിസ്റ്റമാറ്റിക് ആവുന്നു അപ്പോഴേ ഇനി എത്തും. 2026 ഇനി 2030 ആകുമ്പോഴത്തേക്ക് കിച്ചൺ സിസ്റ്റമാറ്റിക് ആയാൽ മാത്രമേ നമുക്കിനി
മുമ്പോട്ടേക്ക് ബിസിനസ് ഒരു ലോങ് ടേം റൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം പീരീഡിൽ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്ത് പിന്നെ മാറ്റി അപ്പോൾ ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. ബെനിഫിറ്റ് ഉണ്ടാവും. അതാണ്. ഇപ്പോൾ ഷെഫിനെ ഞാൻ പരിചയപ്പെട്ടില്ല, പല ഷെഫ്മാരും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഷെഫാണ് ലഹൻ. എങ്ങനെ ലഹൻ ഈ ഫീൽഡിലേക്ക് വന്നു? ഞാനിത് വരുന്നത് 2020 ഈ ലോക്ക്ഡൗൺ സമയത്ത് +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഫുഡിനോടുള്ള ഒരു പാഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഫ്രം തലശ്ശേരിക്കാരാ. അപ്പൊ ഫുഡിനോടുള്ള ഇഷ്ടം പണ്ടൊട്ടേ ഉണ്ട്. വീട്ടിൽ ഉമ്മാക്കായിക്കോട്ടെ എല്ലാവർക്കും ഒരു ഫുഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്ടം തലശ്ശേരിക്കാർ പ്രത്യേകിച്ച് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഫുഡ് ബിസിനസ്സിലേക്ക് വന്നത്. അപ്പം 2020 ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി എടുത്ത് ബാംഗ്ലൂരിൽ. അപ്പൊ ബാംഗ്ലൂർ ഡിഗ്രി എടുത്ത സമയത്ത് അതിന്റെ ഒപ്പം തന്നെ ചെറിയ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഫുഡ് റിലേറ്റഡ് ബിസിനസ്. നമ്മൾ ആദ്യം ലോക്ക്ഡൌൺ സമയത്ത് ഫ്ലാറ്റിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലായി ഇതൊരു വലിയ മാർക്കറ്റാണ്, ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ട്, നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ അറിയുവാണെങ്കിൽ. അങ്ങനെ ഒരു 2021 ആയപ്പോൾ ഞാൻ എൻ്റെ കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങി, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ പാഠങ്ങൾ പഠിച്ചു. എന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിക്കോട്ടെ, എന്തൊരു ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ്സിൽ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എഗ്രിമെന്റ് എഴുതുക, അങ്ങനത്തെ അതൊക്കെ ഓരോ പാഠങ്ങൾ കടന്ന് പിന്നെ വേറൊരു ബിസിനസ് തുടങ്ങി, അതും ഫുഡ് റിലേറ്റഡ്. അത് പൂട്ടി, ആദ്യത്തെ ബിസിനസ് പൂട്ടി. എന്തുകൊണ്ട് ക്ലോസ് ആവേണ്ട വന്ന മെയിൻ കാരണം പാർട്ട്ണർഷിപ്പ് ഇഷ്യൂ. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അതിന്റെ നല്ല വശം കാണും, അത് സക്സസ് ആവും എന്നുള്ള മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. അത് തോൽവി, അതെന്താ വെച്ചാൽ അത് ഫെയിലിയർ ആവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയില്ല മനസ്സിൽ. അപ്പൊ ആ സമയത്തുള്ള പാർട്ട്നേഴ്സിന്റെ ഓരോ ആൾക്കാരും ഓരോ പേഴ്സണാലിറ്റി ആയിരിക്കും. ഇക്ബാൽജിക്ക് ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും, ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനോട് ഇഴകിച്ചേരാൻ പറ്റിയ ആളാവണം, റെസ്റ്റോറന്റും കഫേയൊക്കെ തുടങ്ങാൻ പറ്റിയ ആള്. അപ്പൊ ഇത് ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോയി, ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയ ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആൾക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ്, പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇൻട്രസ്റ്റ് പോയി. അങ്ങനെ അത് ഫെയിലായി സെല്ല് ചെയ്ത് നമ്മൾ ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ അത് സെല്ല് ചെയ്ത് പിന്നെ ഞാൻ 5 സ്റ്റാർ ഹോട്ടൽസിൽ വർക്ക് ചെയ്ത്, ഇന്റേൺഷിപ്സ് ചെയ്ത്, വർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങി. പിന്നെ അതിനുശേഷമാണ് ഇക്ബാൽജിനെ ബാംഗ്ലൂരിൽ കുറെ പാഠങ്ങൾ പഠിച്ച്, ആ പാഠങ്ങളും പിന്നെ കോളേജിൽ നിന്ന് പഠിച്ച പാഠങ്ങളും ഒക്കെ കൂടെ വന്നപ്പോൾ ഒരു കൺസൾട്ടിങ് എന്ന് പറഞ്ഞ മേഖല ഇവിടെ കേരളത്തിൽ അധികം പോപ്പുലർ അല്ല എന്ന് മനസ്സിലായി. ഇതിലെന്തോ നേരത്തെ പറഞ്ഞ പോലെ ഇത് തുടങ്ങുന്നവര് കുറച്ചൊക്കെ അറിയുന്നവരുണ്ടാവും. അപ്പോൾ അവരെ വെച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് വരെ ഇപ്പോൾ കൺസൾട്ടിനെ വെക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ഫോം ആവട്ടെ, പാരഗൺ ആവട്ടെ, അങ്ങനത്തെ കുറച്ച് റെസ്റ്റോറൻറ്റ് മെയിൻ ഇപ്പോൾ ലെവലിൽ നിൽക്കുന്ന നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ കൺസൾട്ടിങ് ലെവൽ പോകാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഫുഡ് കോസ്റ്റ് കാര്യങ്ങൾ ഇതൊന്നും ഒരു ഷെഫിനെ കൊടുത്തിട്ടാൽ അവർ ചെയ്യില്ല. അവർ ചെയ്യുന്നത് അവരെ വർക്കാണ്. പക്ഷെ അത് ഈ ഫുഡിൻ്റെ കോസ്റ്റ് എത്ര ആവും കാര്യങ്ങളൊന്നും, അവർ ഏറ്റവും നല്ല ക്വാളിറ്റി ഫുഡ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആക്കാൻ പറ്റും നോക്കണേ ഈ കൺസൾട്ടിങ് ലെവലിൽ പോയാലേ പറ്റുള്ളൂ. അപ്പൊ അതിനെ പറ്റിയാണ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിഗ്രിയിലൊക്കെ ഉണ്ടാവും ഈ ഫുഡ് കോസ്റ്റ് എങ്ങനെ നോക്കണം, എങ്ങനെ ഒരു ബിസിനസ് റൺ ആവണം, മെനുവിൽ പോലും ഒരു സൈക്കോളജി ഉണ്ട്. നമ്മളൊരു മെനു എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പ്രൈസിങ് സൈക്കോളജി, അങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഹോട്ടൽ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്. അത് വന്നപ്പോഴാണ് മനസ്സിലായി കേരളത്തിൽ കൺസൾട്ടിങ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒന്ന് കുറച്ച് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബാക്കിയൊക്കെ എന്തൊക്കെയോ പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ചെയ്തു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് വന്നു. അങ്ങനെ ഒരു 5-6 ഔട്ട്ലെറ്റ്സ് ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ പുതിയ ഔട്ട്ലെറ്റ്സ്, അപ്കമിങ് ഔട്ട്ലെറ്റ്സ് വരുന്നുണ്ട്. ഇനിയും ഇഷ്ടംപോലെ വരാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ ചെയ്യുന്നത് അത് അതിൻ്റെതായ ക്വാളിറ്റി കാര്യങ്ങളിലും മുന്നോട്ട് പോകാനുള്ള ഒരു ലെവലിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ദൗത്യം. അതങ്ങനെ തന്നെ പോകണം. അതാണ് ഞങ്ങളിപ്പോൾ നമ്മളൊരു എക്യുപ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിലും ആ ഒരു എക്യുപ്മെൻറ്റ്സ് കൊടുത്തതുകൂടി ഞങ്ങൾ ബന്ധം നിൽക്കുന്നില്ല. അപ്പം നമ്മൾ ഓരോ കസ്റ്റമറേയും മാപ്ടെക്കിൻ്റെ ഓരോ കസ്റ്റമർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവാം. ഞങ്ങൾക്കത് ഓപ്പണായിട്ട് പറയാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞല്ലോ, അതൊരു ഫാമിലി തന്നെയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് ഈ ഫീൽഡിലേക്ക്, ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡ്, അതായത് ഞങ്ങൾ റെഫ്രിജറേഷൻ ഫീൽഡ്. അപ്പോൾ എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ പാർട്ണർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാപ്ടെക്കിൻ്റെ MD ഷിയാബ് റെഫ്രിജറേഷൻ മെക്കാനിക്കിൽ വന്നതാണ്. ആ ഒരു ലെവലിലും ഞാൻ ഇതിനു മുമ്പ് 27 വർഷം മുമ്പ് ഞാനൊരു മാർക്കറ്റിങ്ങിൽ തന്നെ ഉണ്ട്, വേറെ കമ്പനി. അത് നമ്മളൊരു പിന്നെ ജ്യേഷ്ഠൻ്റെ കമ്പനി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി, അപ്പോൾ എനിക്ക് ആ ഒരു ടച്ച് കൊണ്ട് ഇവന് പിന്നെ ഈ റെഫ്രിജറേഷൻ ടച്ച് കൊണ്ട്
അത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റാർട്ടപ്പ് അപ്പോൾ 1998 നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് കൂൾ ചെക്ക് എന്ന് പറഞ്ഞ ഷോപ്പാണ്. കൂൾ ചെക്ക് തണുപ്പ് പരിശോധന. ആ ഒരു പരിശോധന തുടങ്ങിയതാണ്. ഇപ്പൊ ഇവിടെ എത്തി മാഷാഅല്ലാഹ്. അപ്പം മാപ്ടെക്കിലേക്ക് നമ്മൾ വേറെ പ്രൊഡക്റ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ അത് ഒരു റെഫ്രിജറേഷൻ സർവീസ് സെന്റർ മാത്രമായിരുന്നു. പിന്നെ അതിന് ഞങ്ങൾ പ്രൊഡക്ഷൻ വന്ന് ഷവർമ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയായിരുന്നു ഒരു ജേർണി ഈ ഒരു ഫീൽഡിലേക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായത്? അതായത് റെഫ്രിജറേഷൻ ഫീൽഡാണല്ലോ വന്ന് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ AC മെക്കാനിക്കും അതുപോലെ AC അസംബ്ലിങ്ങും ഇതിനൊക്കെ സാധ്യത കുറഞ്ഞു വന്നു. കാരണം കമ്പനികൾ കയറി വന്നു. LG പോലത്തെ ബ്ലൂ സ്റ്റാർ പോലത്തെ കമ്പനികൾ കയറി വന്നപ്പോൾ അതിൻ്റെ സാധ്യത കുറഞ്ഞു. നമ്മൾ അസംബ്ലിങ് ആയിരുന്നു ഇത്. പിന്നെ ഫ്രിഡ്ജ് അന്നൊക്കെ ഫ്രിഡ്ജിന് പാച്ച് വർക്ക്, പിന്നെ ഫ്രിഡ്ജ് പെയിൻറ്റിങ് അതൊക്കെ മാറിയല്ലോ. ഓരോ ജനറേഷൻ വരുമ്പോഴും ഓരോ കാലം വരുമ്പോഴും ആ ഫ്രിഡ്ജിന് കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനെ മാറ്റും, പുതിയ AC കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ AC മാറ്റും. അപ്പോൾ റിപ്പയറിങ് കുറവായി. ആ ഒരു ഇതിൽ വരുമ്പോഴാണ് വേറെ സുഹൃത്ത് വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് ഈ ഷവർമ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ചെറുതായിട്ട് ജസ്റ്റ് നമ്മൾ മെഷീൻ ബർണർ കൊടുത്ത് നമ്മൾ ബെൻഡൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇതിമൊന്നൊരു സാധ്യത മനസ്സിലാക്കി ഇത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി വരേണ്ട ഫീൽഡ് അതിലേക്കാണ്, അറബിക് ഫുഡിലേക്ക്. ഈ അറബിക് ഫുഡിലേക്ക് എങ്ങനെ എത്താം, അത് എന്തൊക്കെ മെഷീനറി ഉണ്ട്. ചില മെഷീനൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു, സെക്കൻഡ് വാങ്ങിച്ചിട്ട് അതിൽ പഠിച്ചെടുത്തു. ഇപ്പോൾ ഗ്രിൽ മെഷീൻ ആവട്ടെ, ബ്രോസ്റ്റഡ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഒരു ഏകദേശം 2002 ആയപ്പോഴത്തേനും ഇതിൻ്റെ ഡെലിവറി ഒക്കെ സെറ്റ് ആവാൻ തുടങ്ങി. കാരണം കുറേ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഓരോ ഭാഗത്ത് പോയി ഇതിനെപ്പറ്റി പഠിച്ച് ഇതിൻ്റെ ടാങ്കൊക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് അതൊക്കെ ചിലപ്പോൾ എറണാകുളത്തെ വലിയ എക്യുപ്മെൻസിൻ്റെ നമുക്ക് ആ സൗകര്യം നമുക്ക് ആദ്യം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ വേറെയുള്ള എക്യുപ്മെൻസിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഇരുന്ന് അന്നൊക്കെ നമ്മൾ ആ ഒരു സെറ്റപ്പിൽ അവിടെ പോയി നിന്ന് അതിനെ പഠിച്ച് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ ടാങ്ക് ഉണ്ടാക്കി ഇങ്ങനെ സെറ്റാക്കി തരണം, ആ ഒരു രൂപത്തിലൂടെ ഉണ്ടാക്കി തന്ന് അത് ഞങ്ങളിവിടെ വന്ന് അസംബിൾ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഒരു ബ്രോസ്റ്റ് മെഷീൻ ഇറക്കുന്നത്. അത് പിന്നെ അതിനെപ്പറ്റി പഠിച്ചത് എത്രത്തോളം ഇന്നോവേഷൻ കൊടുക്കണം, ഇതിന് ഓട്ടോമേഷൻ കൊടുക്കണം, ഇതൊക്കെ പഠിച്ച് പിന്നെ നമ്മൾ അതിൽ നിന്ന് ഡെവലപ്പാക്കി വന്ന് ഇപ്പോൾ ഒരു നല്ല നിലയിലെ ഒരു മെഷീനായി. ഒരു എക്യുപ്മെൻസ് നമ്മൾ ചൈനയിൽ നിന്നൊക്കെ വരുന്ന ആ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ മേലെ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ മെഷീനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഗ്രിൽ മെഷീനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രിൽ മെഷീനൊക്കെ നമ്മൾ എടുത്തത് ഗൾഫിൻ്റെ മെഷീനുകളൊക്കെ ഇവിടെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ UAE എന്നൊക്കെ മെഷീൻ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഷവർമി ഷവായൊക്കെ കച്ചവടം തുടങ്ങിയിരുന്നു ഓരോരുത്തർ സ്റ്റാർട്ടപ്പ്. കാരണം അത് ഉള്ളായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. അതിൽ നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ തുടങ്ങി, ഗ്രിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി അത് അവിടുന്ന് കൊണ്ടുവരുന്ന പിന്നെ കോസ്റ്റ് ഭയങ്കര കൂടുതലാവുമല്ലോ. അപ്പോൾ അതിലേറെ നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, നമുക്കും തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായതോടുകൂടി നമ്മൾ ചെറുതായിട്ട് ഫാക്ടറിയിലൊക്കെ മാറ്റം വരുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ ഷിയാബാൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്ഥലത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര എംപ്ലോയീസിനെ വെച്ചിട്ട് സ്റ്റാർട്ടപ്പിൽ ഒരു 8-10 നമ്മൾ കൂടെയുള്ള ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് പോരാ, ഏരിയയും പോരാ, അവിടെ തന്നെ നമ്മൾ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഒരു ഷെഡൊക്കെ വെച്ച് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഒരു 100ഓളം, ഇപ്പോൾ 100+ സ്റ്റാഫുകൾ നമ്മൾ ഇവിടെയും അതുപോലെ നമ്മളിപ്പോൾ കോയമ്പത്തൂർ പ്രൊഡക്ഷൻ. ഏകദേശം എത്ര നമുക്ക് സ്റ്റോഴ്സ് ഉണ്ട് ഇതിന് മാപ്ടെക്? നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഷോറൂമും പ്ലസ് പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റും സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 12-13 വർഷമായി അവിടെ. എറണാകുളത്ത് ഷോറൂം, അതും ഒരു 4 വർഷത്തോളം. അത് നമ്മൾ ഓൾറെഡി ഒരു റെൻറ്റ് ബിൽഡിങ് കണ്ടുവച്ച് അതിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് അൽഹംദുലില്ലാ അവിടെ നമ്മൾ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് നമ്മളെ എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ എറണാകുളത്തും കോയമ്പത്തൂരൊക്കെ എക്യുപ്മെൻറ്റ്സ് കിട്ടും, ഇഷ്ടംപോലെ കമ്പനിയുണ്ട്. അവിടെ നമ്മൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഈ അറബിക് ഫുഡിൽ ഈ കേരളത്തിൽ തന്നെ ഇത്രത്തോളം ഇന്നോവേഷൻ വന്ന കമ്പനി മാപ്ടെക്കാണ്. ഇത്രത്തോളം മെഷീൻ കൊടുത്തിട്ടുള്ളതും അതിന് സ്റ്റാഫുകളെ കൊടുത്തിട്ടുള്ളതും നമ്മൾ ഓരോ സ്റ്റാഫുകളെ കൊടുത്തിട്ടാണ് അന്ന് റൺ ചെയ്തിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ ചോദിക്കുമ്പോൾ മെഷീൻ കൊടുത്താൽ പോരാ, അവർക്ക് നമ്മൾ ഷവർമ ഉണ്ടാക്കാനുള്ള ആളും കൂടി കൊടുക്കണം, നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അത് ഓരോ കടയിലും നമ്മൾ ആളെത്തിച്ച് ഒരു ഷെഫിനെ വെച്ചു. ആ ഷെഫ് കുറേ പേരെ പഠിപ്പിക്കും. എന്നിട്ട് അന്നേ സ്റ്റാർട്ടിങ് ടൈമിൽ അവരെ കൊടുത്ത് അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഇനി അവർക്ക് തന്നെ ആരെങ്കിലും അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർ പോരും, ഇല്ലെങ്കിൽ അവർ റൺ ചെയ്ത്. അപ്പോൾ ഷവർമ കൾച്ചർ നിങ്ങൾ തന്നെ കൊണ്ടുവന്നതെന്ന് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഓരോ ഷോപ്പിലും നമ്മളെ മെഷീൻ ഉണ്ടാവും. നിങ്ങൾ പോകുമ്പോൾ കാണാം മാപ്ടെക് ഉണ്ടാവാം. മാപ്ടെക് നമ്മൾ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ പോകുമ്പോൾ പറയും, നമ്മൾ മെഷീൻ ഉണ്ടല്ലോ അവിടെ, നമ്മൾ നെയിം പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കണ്ടിട്ട് അവർ വിളിക്കും, മെഷീൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഫുഡ് റിലേറ്റഡ് ഒരു ആയതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളൊക്കെ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും
എവിടെ നല്ല ഫുഡ് ചോദിച്ച് വിളിക്കും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോ ഫീൽഡ് നമ്മൾ ഓരോ ഓണേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ നല്ല ഫുഡ് കൊടുക്കുക, അപ്പോൾ നല്ല കസ്റ്റമർ. പണ്ടൊക്കെ എന്ന് പറഞ്ഞപ്പോൾ യാത്രക്കാരൊക്കെ, പണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ആ യാത്രക്കാരല്ലേ അത് കഴിച്ചിട്ട് പോകും. പിന്നെ പക്ഷെ അത് അവർ റിപ്പീറ്റ് കസ്റ്റമർ. നമ്മൾ എല്ലായിടത്തും പറയുന്നത് റിപ്പീറ്റ് കസ്റ്റമർ ഉണ്ടോ ആ ഹോട്ടൽ വിജയിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. അപ്പോൾ അത് ഓരോ ഹോട്ടലിനും എനിക്ക് പറയാനുള്ളതും നിങ്ങൾ റിപ്പീറ്റ് കസ്റ്റമർ വരുത്താൻ നോക്കണം. കസ്റ്റമർ റിപ്പീറ്റ് ചെയ്യണം, അപ്പോൾ നമ്മൾ വിജയിച്ചു. അപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ കസ്റ്റമർ വീണ്ടും വരുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കസ്റ്റമർ വരുന്നതിന് അതുപോലെ തന്നെ നമ്മളെ മെഷീൻ്റെ കാര്യത്തിലും ആ മെഷീൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മെഷീൻ തന്നെ അടുത്ത ഷോപ്പിലേക്കും അവർ സജസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ മാപ്ടെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണല്ലോ പറഞ്ഞു വന്നത്. ഈ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വന്ന് നമ്മൾ ഓരോ എക്യുപ്മെൻസും കൊടുത്ത് അങ്ങനെ ആ ഒരു ഡെവലപ്പിൽ ഇങ്ങനെ വന്ന് നമ്മൾ പഠിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർത്തിയിട്ടില്ല. നമ്മൾ പിന്നെ ഷാബായിക്ക് ജസ്റ്റ് നമ്മൾ ചൈന പർച്ചേസ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ പുതിയ എന്ത് മെഷീനുണ്ട് അവരതിനെ പറ്റി പഠിച്ചിട്ട് ഇപ്പം നമ്മളെ കമ്പനിയിൽ ചൈന ഔട്ട്സോഴ്സ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി പ്രൊഡക്ഷൻസ് ഉണ്ട്. ഉണ്ട്. നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് പല ഐറ്റംസും. ഇപ്പോൾ ചില ഐറ്റംസുകൾ നമുക്ക് അത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ റെഫ്രിജറേഷൻ ആവട്ടെ, ഇപ്പോൾ നമ്മൾ ഫ്രയർ ആവട്ടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ടൈം കൂടുതലായി പോകും. അപ്പോൾ ചിലപ്പോൾ എക്സ്പെൻസ് കൂടിപ്പോകും. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറച്ച് കസ്റ്റമർ കൊടുക്കുകയും ചെയ്യാം, ക്വാളിറ്റി പ്രൊഡക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈനയിൽ നിന്ന് തന്നെ നമ്മൾ പോയി കമ്പനി കണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ പർച്ചേസ് മാനേജർ ഷാജാൻ ഉണ്ട്, അവരൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ക്വാളിറ്റി മാത്രം ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇപ്പം നമ്മൾ ഓരോ ഐറ്റംസ് നമ്മൾ കണ്ടെയ്നർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓവൺ ആവട്ടെ, മെഷീനാവട്ടെ, ബ്രോസ്റ്റ് മെഷീൻ ആവട്ടെ, ഓരോ എക്യുപ്മെൻസും നല്ല ക്വാളിറ്റിയുള്ള സാധനം അവിടുന്ന് നമ്മൾ പറഞ്ഞ നമ്മളെ പേരിൽ നമ്മളിപ്പോൾ ഒരു സിൻസ് മാസ്റ്റർ എന്നുള്ള പേരിലാണ് അവിടുന്ന് ഇപ്പോൾ നമ്മളോരോ എക്യുപ്മെൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ആ പേരിൽ നമ്മൾ അവിടുന്ന് തന്നെ സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഗ്യാരണ്ടി 1 ഇയർ വാറണ്ടിയും കൊടുത്തിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സാധനം ഇപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടപ്പ് മുതൽ ഇന്ന് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് കസ്റ്റമർക്ക് കൊടുക്കേണ്ടത്, അതാണല്ലോ വേണ്ടത്. നമ്മളിപ്പോൾ ഒരു സാധനത്തിൽ നിർത്തില്ലല്ലോ, നമ്മൾ വീണ്ടും ഓരോ ഇന്നോവേഷൻ പുതിയ അതിനനുസരിച്ച് ഇത്രയും വർഷം 25 വർഷം പിടിച്ചു നിന്ന് വേറെ ഒരാൾക്കാരെയും ഇതിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇഷ്ടംപോലെ ആള് ഇതിൽ ഫീൽഡിൽ. പക്ഷെ നമ്മളെ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് നമ്മളെ മുഖം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഓരോ കസ്റ്റമർ അടുത്ത് എത്തുന്നത് നമ്മളൊരു ബിസിനസ് കണ്ട് മാത്രമല്ല, നമ്മൾ ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പോകുന്നതും സംസാരിക്കുന്നതും അടുത്തൊരു ഓർഡർ പ്രതീക്ഷിച്ചല്ല. പക്ഷെ ആ ഓർഡർ എന്ത് അവർക്ക് എക്യുപ്മെൻസിനെ കുറിച്ച് ആവശ്യമുണ്ടോ നമ്മളതിനെ ബന്ധപ്പെടും. കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് മാത്രമല്ല, ആ ബിസിനസ്സിലൂടെ ബന്ധങ്ങളിലൂടെ നമുക്ക് ബിസിനസ് വരും, അത് ആഫ്റ്ററാണ്. അപ്പം നമുക്ക് വേണ്ടത് ആ കസ്റ്റമറെ എത്രത്തോളം അവർ റിട്ടേൺ ചെയ്യും, അവർക്ക് എന്തൊക്കെ വേണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കൺസൾട്ടൻ്റ് ഇപ്പോൾ നിങ്ങളെപ്പോലത്തെ ആൾക്കാരെല്ലാവർക്കും ആവശ്യപ്പെട്ട് വരാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ഏതൊക്കെ ഫുഡിൻ്റെ ഇപ്പം നിങ്ങൾ പറഞ്ഞു സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റാഫിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന. അപ്പം നമ്മൾ ആ ബന്ധം കൊണ്ടാണല്ലോ. അപ്പം നിങ്ങളെ ഞാൻ ബന്ധപ്പെട്ടു, നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടു, അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത്ര ആൾ കൊടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു ആവശ്യം വന്ന ഇക്ബാൽജീനെ വിളിക്കാം, ഇക്ബാൽജി ഇന്ത്യയിലെ ഡിസൈൻ ടീം എൻ്റെ അടുത്തുണ്ട്, അങ്ങനെ നമുക്ക് കോൺടാക്ട്സ് കിട്ടുന്നു ഒരു സിസ്റ്റം. അതെ അതാണ് നമ്മളൊരു ഹോട്ടലിൻ്റെ ആൾ പറഞ്ഞു വന്നാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ ടീം വിളിച്ച് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ഒരു കോഫി ഷോപ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം വിട്ടത് ഇൻറ്റീരിയേഴ്സിനാണ്. അവർ നമ്പർ കൊടുത്ത് നമ്മൾ വിളിച്ച് പറയും, ഇൻറ്റീരിയേഴ്സിന് ആദ്യം വിളിക്കും, എന്നിട്ട് നിങ്ങൾ എന്താ രൂപം ചെയ്യേണ്ടത് അത് ചെയ്യേ. എന്നിട്ട് അടുത്ത സ്റ്റേജിൽ ഞങ്ങൾ വരും. ഞങ്ങൾ വരുന്നപ്പോൾ കിച്ചൺ ഒരു ഏരിയ മാറ്റി വെച്ചിട്ടുണ്ടാവും, ഇതിൽ എന്താണ് നിങ്ങളുടെ മെനു, ആ മെനുവിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ആ ഡിസൈൻ ചെയ്ത് അവർക്ക് വേണമെങ്കിൽ നമ്മളെ കൂടെ ഇരുന്നിട്ട്, ഇപ്പം നമ്മളെ കമ്പനിയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടോ ഇരുന്നിട്ട് അവർക്ക് വേണ്ട പോലെ ഡിസൈൻ ചെയ്തിട്ട് നമ്മളെ സ്റ്റാഫ് അവരൊപ്പം ഉണ്ടാവും. അപ്പോൾ അവർക്കും തന്നെ തൃപ്തിയായി. നമ്മൾ വെറുതെ ഒരു സെറ്റപ്പ് പറയല്ല, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തതും നമ്മളെ കസ്റ്റമറോട് ചോദിച്ചാലും അവർ പറയും മാപ്ടെക് ഇങ്ങനെയൊക്കെ ചെയ്യും, മാപ്ടെക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരെ ക്വാളിറ്റി അവരെ സർവീസ് ഇതാണ്. നമ്മൾ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എക്യുപ്മെൻറ്റ്സ് കംപ്ലൈൻ്റ് ആയാൽ സർവീസ് ചെയ്യാൻ മാത്രമല്ല, ഈ ഹോട്ടൽ റൺ ചെയ്യുന്നതിന് എന്തൊക്കെ സർവീസ് ആവശ്യമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ കൺസൾട്ടൻ്റ് ആവട്ടെ, ഒരു സപ്ലൈസ് ആവട്ടെ, ഒരു ചായക്കാരനാവട്ടെ, ഒരു ഷവർമ്മക്കാരനാവട്ടെ, എന്താണ് നമുക്ക് നമ്മൾ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് വേണ്ടത്. അതാണ് കറന്റ്ലി ഇപ്പൊ മാപ്ടെക് എത്ര കൺട്രീസിലേക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാപ്ടെക് ഷോറൂം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മലപ്പുറമാണ്. പിന്നെ അതിൻ്റെ സാധ്യത നമ്മൾ നോക്കിയിട്ടാണ്
കോയമ്പത്തൂർ ഏകദേശം 12-13 വർഷമായി കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്തു. കോയമ്പത്തൂർ പ്രൊഡക്ഷനും അതുപോലെ ഷോറൂമും അവിടെ നല്ല ഒരു 3 നിലയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധ്യതകളെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സാധ്യതയുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിൻ്റെ സെറ്റപ്പും ടീമും ആ ഒരു സ്പോട്ടിൽ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സെറ്റപ്പിലൊക്കെ നമുക്ക് ടോപ്പ് ഷോറൂമിലൊക്കെ നമുക്ക് അതിൻ്റെ നല്ല നല്ല ടീമുകൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോയമ്പത്തൂരാവട്ടെ, അതുപോലെ വൈറ്റ്ല ഷോറൂം തുടങ്ങിയിട്ട് 4-5 വർഷം ഏകദേശമായി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഷോറൂം ഓൾറെഡി ഉള്ളത് ഈ 3 സ്ഥാപനം. അതുപോലെ നമുക്കിപ്പോൾ സാധ്യത കൂടുതൽ കണ്ടത് യു എയിൽ നമ്മൾ ഇവിടെ നിന്നുള്ള ഓരോ ടീമും പോയി ചെയ്യുന്നത് നമുക്ക് ഇവിടെയുള്ള കസ്റ്റമറാണ് കൂടുതലും അവിടെ ഉള്ളത്. പിന്നെ പുറത്ത് വേറെയുള്ള സംഭവങ്ങളും സൂപ്പർ മാർക്കറ്റ്സുകൾ അതുപോലെ പല പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. UAE അജ്മാനിൽ നമ്മൾ ചെറിയ ഷോറൂമും അതുപോലെ പ്രൊഡക്ഷൻ യൂണിറ്റും സ്റ്റാർട്ടപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ സൗത്ത് ആഫ്രിക്ക ആവട്ടെ, US ആവട്ടെ, UK പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നമ്മൾ ചിക്കിങ്ങൊക്കെ നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ ചിക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളാണ്. അങ്ങനെ ഒത്തിരി ഇപ്പം ഞങ്ങൾക്ക് ഇതിൽ വരുന്നില്ലെങ്കിലും ഇഷ്ടംപോലെ രാജ്യത്തേക്ക് നമ്മൾ ഇതുണ്ട്. ഇപ്പോൾ താൻസാനിയ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് താൻസാനിയയിലാണ്. അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ആ എക്യുപ്മെൻറ്റ്സ് ആ രാജ്യത്ത് കിട്ടും. പക്ഷേ ഇതിലേറെ കോസ്റ്റ് ആവുന്ന അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. മാപ്ടെക്കിൻ്റെ സാധനം ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, അത്ര അഫോർഡബിൾ പ്രൈസാണ്. അതൊക്കെ നോക്കുമ്പോൾ ഇപ്പം UK അവർ അല്ലെങ്കിൽ ഖത്തർ ബേസ് ചെയ്തിട്ടും എല്ലാവരും നോക്കുന്ന അവിടെയൊക്കെ ഇമ്പോർട്ടഡ് മെഷീൻ കിട്ടും, പക്ഷെ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ അവരൊക്കെ ഇവിടുന്ന് ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ കാരണം ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മേലെ ക്വാളിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ അഫോർഡബിൾ റേറ്റും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഖത്തറിൽ വലിയ റെസ്റ്റോറൻറ്റ് നമ്മൾ ചെയ്തു. എല്ലാ A to Z നമ്മൾ 40 ഫീറ്റ് കണ്ടെയ്നർ ഇവിടെ നിന്ന് കയറ്റിയിട്ടാണ് നമ്മൾ കൊച്ചി കൊടുത്ത്, കൊച്ചിയിൽ നിന്ന് അവിടെ സർവീസ് അവിടെ അവരെടുത്ത് സെറ്റ് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ വെച്ചില്ല നെഹദിയുടെ ബഹ്റൈൻ, ഖത്തർ എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്തത്. മാപ്ടെക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്തു. അങ്ങനെ ഓരോ ഇപ്പോൾ മസ്കറ്റിൽ ഞാൻ ഇനാഗുറേഷന് പോയിരുന്നു, അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് എക്യുപ്മെൻറ്റ്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒത്തിരി അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷോറൂമുകൾ ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇനിയും ഷോറൂം ആവാം. ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു സൗദിയിൽ തന്നെ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇനിയുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ലഹൻ, നമുക്കിനി അപ്പോൾ മാപ്ടെക്കിനെ കുറിച്ച് അല്ലെങ്കിൽ മാപ്ടെക്കിന് ചെയ്യാൻ പറ്റുന്നത് നിറയെ റെസ്റ്റോറൻറ്റുകളും ഇതുപോലെ. അപ്പം ഇതിൽ നമുക്ക് മിങ്കിൾ ചെയ്ത് പോകേണ്ടത് ഒരു കൺസൾട്ടൻ്റ് എന്നുള്ളതായിട്ട്. എനിക്ക് പല സുഹൃത്തുക്കളും കൺസൾട്ടൻ്റ്. പക്ഷേ ഈ ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവന്ന അല്ലെ പുതിയ എന്താണ് ഇനി ജനറേഷന് വേണ്ടതെന്നുള്ളത് കൺസൾട്ടൻ്റ് എന്നുള്ള ചെറുപ്പക്കാരനായ കൺസൾട്ടൻ്റ് എന്നുള്ള നിങ്ങൾക്ക് പുതിയ ഇന്നോവേഷൻ അറിയാൻ പറ്റും. അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് ലഹനെ ഞാൻ വിളിച്ചതും നമ്മൾ സംസാരിക്കാനിടേണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇനിയുള്ള ജനറേഷൻ നമുക്ക് പുതിയ ഡെവലപ്പിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ലഹനും കൂടിയിട്ട് നല്ല കൺസൾട്ടൻറ്റ് ടീമിനെ വളർത്തിയെടുക്കണം. ആ ടീം സെറ്റപ്പിൽ ഇപ്പം നമ്മളിപ്പോൾ മാപ്ടെക്ക് ഒരാളല്ല, 2 പേരല്ല, ഒരു ടീമാണ്. ആ ടീമിലൂടെയാണ് മാപ്ടെക്കിൻ്റെ ഓരോ സംരംഭങ്ങളും തുടങ്ങുന്നതും ഓരോ സെറ്റപ്പിലേക്കും മാറുന്നതും. ഇപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കോഫി വൈൻഡിങ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അജ്മാനിലും ഇപ്പോൾ നാട്ടിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരാൻ കാരണം നമ്മൾ ആ ടീം സെറ്റപ്പിലൂടെയാണ്. അപ്പോൾ അത് ടീം സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ വർക്കൗട്ട് ആവുള്ളൂ. എന്ത് ബിസിനസ്സിലും ആ നല്ലൊരു ടീമിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളും അതുപോലെ ഈ കൺസൾട്ടിങ് മേഖലയ്ക്ക് വന്ന ഒരു ന്യൂ ആണെന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു ടീമിനെ സെറ്റപ്പ് ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഇനിയും നിങ്ങൾക്കും തന്നെ ആ ഒരു സെറ്റപ്പിലേക്ക് എത്താൻ മാപ്ടെക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ലഹന ഇനിയും ഇഷ്ടംപോലെ ഹോട്ടലോ റെസ്റ്റോറൻറ്റും കഫേകളൊക്കെ കൺസൾട്ട് ചെയ്യാനുള്ള പിന്നെ ഒരു സെറ്റപ്പിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അതിന് ഇനിയും അള്ളാൻ്റെ തൗഫീക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മാപ്ടെക്ക് നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുപോലെ കൺസൾട്ടിങ് ലെവലിൽ ഞങ്ങളെ കൂടെ ലഹന ഉണ്ടാകും.